نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن ورائهم برزخ إلى يوم يبعثون ولو أننا إذا متنا تركنا لكان الموت راحة كل حي ولكننا إذا متنا بعثنا فنسأل بعده عن كل حي വേദിയിൽ ഉപവിഷ്ടരായ പ്രഗത്ഭ വ്യക്തിത്വങ്ങളെ, ഏറ്റവും ബഹുമാനം നിറഞ്ഞ കാരണവന്മാരെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, അതിലുപരി ഈ സദസ്സിന് പുറത്ത് എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ഈ മരവട്ടത്തുള്ള ഇതരമത ആദർശ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ രണ്ടത്താണി മണ്ഡലം സമ്മേളനത്തിൻ്റെ സമാപന സെക്ഷനിലാണ് നമ്മളുള്ളത്. നമ്മുടെ ആദർശ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, നമ്മുടെ ഇഹലോക ജീവിതത്തിന് ഒരു സമാപനം മരണത്തോടുകൂടി നമ്മളിലേക്ക് കടന്നു വരികയാണ്. എന്നാൽ മരണമെന്ന് പറയുന്നത് യഥാർത്ഥമായ ജീവിതത്തിന്റെ അവസാനമല്ല, ഒരു തുടക്കമാണ്. മരണത്തിന്റെ അവിടെ നിന്ന് അങ്ങോട്ടാണ് ഒരു മനുഷ്യന് യഥാർത്ഥമായൊരു ജീവിതമുള്ളത്.
ആ ജീവിതത്തിൽ ജയപരാജയത്തെ നിർണയിക്കാനുള്ള ഒരു ഇടം മാത്രമാണ് നമ്മുടെ ഈ ഇഹലോകത്തെ ജീവിതം. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്, നിങ്ങൾക്ക് ജീവിതവും മരണവും അല്ലാഹു തന്നതെന്തിനാ? ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. നിങ്ങളിൽ ആരാണ് നന്നായി പ്രവർത്തിക്കുന്നത് എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളിൽ ആരാണ് നന്നായി പ്രവർത്തിക്കുന്നത് എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഹലോക ജീവിതം നമുക്കൊരു പരീക്ഷണമായി തന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്നങ്ങോട്ടുള്ള ജീവിതത്തിൽ നിങ്ങൾ ആലോചിച്ചു നോക്ക്, മരണമെന്ന് പറയുന്ന യാഥാർത്ഥ്യം കടന്നു വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഒറ്റവരെ വിട്ട് ഉടയവരെ വിട്ട് ഒരു യാത്ര നമുക്ക് പോകാനുണ്ട്, അല്ലെ? അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, വഹ്തമല റിജാലു അലാ അഅനാഖിഹിം, പുരുഷന്മാരവരുടെ ഷോൾഡറിലേക്ക് മയ്യത്തങ്ങ് എടുത്തു വെച്ചാൽ, ഇദാ കാനത സ്വാലിഹ, അത് സ്വാലിഹത്തായ മയ്യത്താണെങ്കിൽ അതിങ്ങനെ പറയും, ഖദ്ദിമോനി ഖദ്ദിമോനി, എന്നെ നിങ്ങൾ വേഗത്തിലൂടെ കൊണ്ടുപോകണേ എന്ന് പറയുകയാണ്. എന്നാൽ വഇൻ കാനത ഉയറു സ്വാലിഹ, അത് സ്വാലിഹത്തല്ലാത്തതായ മയ്യത്താണെങ്കിൽ അതിങ്ങനെ വിലപിക്കുന്നുണ്ട്, യാ വൈലഹ ഐന തദ്ഹബൂന ബിഹാ, ഇതിന്റെ നാശമേ, ഇതിനെ എങ്ങോട്ടാ നിങ്ങൾ കൊണ്ടുപോകുന്നത് എന്ന് വിലപിച്ചു കൊണ്ടിരിക്കുമെന്നാണ്. ഈ സന്ദർഭത്തിൽ യസ്മഉ സൗതഹാ കുല്ല ഷൈഇൻ ഇല്ലൽ ഇൻസാൻ, മനുഷ്യനൊഴികെ എല്ലാ വസ്തുക്കളും ആ ശബ്ദം കേൾക്കുകയാണ്. ലൗ സമിഅൽ ഇൻസാനു ലസ്വഇക, മനുഷ്യനെങ്ങാനും ആ ശബ്ദം കേട്ടിരുന്നുവെങ്കിൽ അവൻ ബോധരഹിതനായി നിലത്ത് വീഴുമായിരുന്നു. അത്രമാത്രം ഭയാനകരമായ നിലവിളികളാണ്. നമ്മുടെ ഭാര്യ കരയുമ്പോ, ഉറ്റവരെ നൊമ്പരപ്പെടുമ്പോ, ഒടിയവരെ സങ്കടപ്പെടുമ്പോ ഈ മയ്യത്തിന്റെ വിലാപ പ്രകടനം തീർന്നോ? അവിടെ നിന്നങ്ങോട്ടുള്ള അവസ്ഥയുണ്ടല്ലോ. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറഞ്ഞ പോലെ, വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബഅസൂൻ, അവർക്ക് പുനർജന്മം നൽകപ്പെടുന്നത് വരെ അവർക്കൊരു ബർസഖുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ. ബർസഖ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം മറ എന്ന്, അതായത് മരണത്തിന് കഴിഞ്ഞ് പുനർജന്മം വരെയുള്ള ഒരു കാലഘട്ടം. മറ എന്ന പദം വിശുദ്ധ ഖുർആൻ കടലിലെ ജലങ്ങളെ കുറിച്ച് പറയുന്നിടത്ത് ബൈനഹുമാ ബർസഖുൻ ലാ യബ്ഗിയാൻ, കടലിലെ ജലം അത് കൂടിക്കലരാതിരിക്കാൻ ഒരു മറ അല്ലാഹു സ്ഥാപിച്ചിട്ടുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തുർ റഹ്മാനിൽ വിശദീകരിക്കുന്നുണ്ട്. എന്നാൽ നമുക്കുള്ള ആ ബർസഖി ജീവിതം ഉണ്ടല്ലോ, അതിന്റെ അവസ്ഥ എന്താണെന്നറിയോ? മയ്യത്ത് കൊണ്ടുപോയി ഖബറിലൂടെ വെക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇന്നലിൽ ഖബരി വഅതാ, ആ ഖബറിന് ഒരു ചുംബനമുണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഖബറങ്ങ് മനുഷ്യനെ ഇടുക്കി കളയുകയാണ്. ഒരാളെ പോലും ഖബറിന്റെ ഇടുക്കത്തിൽ നിന്ന് രക്ഷപ്പെടില്ല. വലാ സബിയിൻ, ഒരു കുട്ടി പോലും അതിൽ നിന്ന് രക്ഷപ്പെടില്ല. ഖബറങ്ങ് മനുഷ്യനെ ഇടുക്കി കളയുകയാണ്. എന്നാൽ അല്ലാഹുവിന്റെ പ്രവാചകൻ തന്നെ പറഞ്ഞില്ലയോ, വമൻ നജാ മിൻഹു നജാ സഅദ് ഇബ്നു മുആദ്, ആരെങ്കിലും ആ ഖബറിന്റെ ഇടുക്കത്തിൽ നിന്ന് രക്ഷപ്പെടുമായിരുന്നെങ്കിൽ സഅദ് ഇബ്നു മുആദ് രക്ഷപ്പെടുമായിരുന്നു. പക്ഷേ ആ സഅദ് ഇബ്നു മുആദ് പോലും രക്ഷപ്പെട്ടിട്ടില്ല. ആരാണ് സഅദ് ഇബ്നു മുആദ് എന്നറിയോ നിങ്ങൾക്ക്? അദ്ദേഹത്തിന്റെ ജനാസ ഇതാ അദ്ദേഹത്തിന്റെ റൂഹ് പിടിക്കുന്ന സന്ദർഭത്തിലാണ് അല്ലാഹുവിന്റെ അർശ് പോലും പ്രകമ്പനം കൊണ്ടിട്ടുണ്ടെന്ന് രേഖപ്പെടുത്തുമ്പോ റഹ്മത്തിന്റെ മലായികത്തുകൾ സഫസഫായി കാത്തു നിന്നത് എന്തിനാ? ആ സഅദ് ഇബ്നു മുആദിന്റെ റൂഹ് കൊണ്ടുപോകാനാണെങ്കിൽ അങ്ങനെയുള്ള സഅദ് ഇബ്നു മുആദിനെ ഖബറിലേക്ക് അങ്ങ് വെച്ചപ്പോ സുബ്ഹാനല്ലാഹ്, ആ ഖബറങ്ങ് സഅദ് ഇബ്നു മുആദിനെ ഇടുക്കി കളഞ്ഞവെന്നാണ്. മാത്രമല്ല, നിങ്ങൾ ആലോചിക്കുന്നുവോ, ആ ഖബറിലൂടെ കഴിയേണ്ടി വരുന്ന മനുഷ്യന്റെ അവസ്ഥയുണ്ടല്ലോ. ഇടുക്കമേറിയ ഖബറിൽ ഓരോ കല്ല് വെക്കും തോറും ഇരുട്ട് വീഴുമ്പോ അതിന്റെ പഴുതിയിലൂടെ അതിന്റെ മേലെ ഓരോ കല്ല് വെക്കും തോറും അവസാനത്തെ കല്ല് വെക്കുന്നതോടുകൂടി കോരിരുട്ടായി മാറുന്ന ഖബറിലൂടെ അതിന്റെ പഴുതിയിലൂടെ പ്രകാശം വരുന്നുണ്ടോ? അവിടെ പോലും പുല്ല് വെച്ചടച്ചുകൊണ്ട് അതിന്റെ മേലെ നനഞ്ഞ മണ്ണും തേമ്പിയടച്ചുകൊണ്ട് അതിന്റെ മേലെ നനഞ്ഞ മണ്ണും തേമ്പിയടച്ചുകൊണ്ട് മണ്ണ് കളച്ചു മൂടി മറമാ
മറമാടിയ ആളുകളെല്ലാം വിട പറയുമ്പോ അന്ന് രാത്രി പള്ളിക്കാട് മുഴുവനും ഇരുട്ട് വതക്കുമ്പോ അവൻ ഒറ്റക്കായി കഴിയേണ്ടി വരുന്ന അവസ്ഥയില്ലേ? മാത്രമല്ല അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് ഇതാ നമ്മളോട് പഠിപ്പിക്കുകയാണ്, ആ മറമാടിയ ആളുകൾ അങ്ങ് പിരിഞ്ഞു പോകുമ്പോ അള്ളാഹുവിന്റെ ഊക്കന്മാരായ മലായികതകൾ കടന്നു വരികയാ. എന്തിനാണെന്നറിയോ? ഈ മനുഷ്യനോട് ചോദ്യം ചെയ്യാനാണെങ്കിൽ ഒന്നാമതായി ചോദിക്കുന്ന ചോദ്യം എന്താണെന്നറിയോ? ഒരൊറ്റ ഹദീസിന്റെ പരാമർശം മാത്രമാണ് നിങ്ങളുടെ മുമ്പിലോട് വെക്കുന്നത് എങ്കിൽ അതിന്റെ വിശദീകരണത്തോടുകൂടെ ഇൻഷാ അല്ലാഹ് ഇന്നിന്റെ സംസാരം നമുക്ക് വിട പറയാവുന്നതാണ്. നോക്ക്, നിങ്ങളുടെ മലായികത്തിന്റെ ഒന്നാമത്തെ ചോദ്യം എന്താണെന്നറിയോ? മൻ റബ്ബുക, നിന്റെ റബ്ബ് ആരാണെന്ന് ചോദിക്കുമ്പോ വിശ്വാസികളായ ആളുകൾ കൊടുക്കുന്ന മറുപടിയാണ് റബ്ബി അല്ലാഹ്, എന്റെ റബ്ബ് അല്ലാഹുവാണെന്ന് മറുപടി കൊടുക്കുമ്പോ വീണ്ടും അവിടെ നിന്ന് മലായികത്തിന്റെ ചോദ്യം വരുന്നു, അമാദീനുക, നിന്റെ ദീൻ ഏതാണെന്ന് ചോദിക്കുമ്പോ അവര് പറയുന്നു ദീനി അൽ ഇസ്ലാം, എന്റെ ദീൻ ഇസ്ലാമാണെന്ന് മറുപടി കൊടുക്കുകയാണ്. വീണ്ടും ചോദിക്കുന്നു അമാ അമലുക, നിന്റെ അമൽ എന്താണെന്ന് അവരോട് ചോദിക്കുമ്പോ വിശ്വാസികളായ ആളുകൾ കൊടുക്കുന്ന മറുപടി ഖറഅതു കിതാബല്ലാഹ് ഫആമൻതു ബിഹി വതസദ്ദഖതു, അല്ലാഹുവിന്റെ ഗ്രന്ഥം ഞാൻ വായിച്ചു വിശ്വസിച്ചു സത്യപ്പെടുത്തി എന്ന് പറയുമ്പോ നാലാമതായി വീണ്ടും മലായികത്തിന്റെ ചോദ്യമാണ്, ലോകത്തിന്റെ പ്രവാചകനില്ലേ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണിച്ചു കൊടുത്തുകൊണ്ട് ഇതാരാണെന്ന് അവരോട് ചോദിക്കുമ്പോ വിശ്വാസികളായ ആളുകൾ കൊടുക്കുന്ന മറുപടി ഹുവ റസൂലുള്ളാഹ്, ഇതല്ലാഹുവിന്റെ പ്രവാചകനാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന മറുപടി കൊടുക്കുമ്പോ ആകാശത്ത് നിന്ന് വിളിച്ചു പറയുന്ന മലക്ക് പറയുകയാണ് അൽബിസൂഹു ബിൽ ജന്ന, സ്വർഗ്ഗത്തിന്റെ വസ്ത്രം നിങ്ങൾ ധരിപ്പിച്ചോ, അഫ്രിഷൂഹു ബിൽ ജന്ന, സ്വർഗ്ഗത്തിന്റെ വിരിപ്പിനെ അവന് വേണ്ടി കൊടുത്തോ, വഫ്തഹൂ ലഹു ബാബൻ ഇലൽ ജന്ന, സ്വർഗ്ഗത്തിലേക്കുള്ള കവാടം അവരുടെ ഖബറിലേക്കോ നിങ്ങൾ തുറന്നിട്ട് കൊടുത്തോ. പ്രിയമുള്ളവരെ, എല്ലാവിധ സ്വർഗീയമായ അനുഭൂതികളും ഇതാ ഈ മനുഷ്യന് കാണിക്കപ്പെടുമ്പോ അവൻ അല്ലാഹുവിനോട് പറയുന്ന വാക്ക് എന്താണെന്നറിയോ? റബ്ബി അജ്ലിൽ ഖിയാമാ, റബ്ബി അജ്ലിൽ ഖിയാമാ, അല്ലാഹുവേ ഖിയാമത്ത് നാളൊന്ന് വേഗം തരണേ അല്ലാഹ്, ഖിയാമത്ത് നാളൊന്ന് വേഗം തരണേ അല്ലാഹ്, ഞാൻ എൻ്റെ കുടുംബത്തിലേക്കൊന്ന് മടങ്ങിക്കോട്ടെ അല്ലാഹ്. അവിടെ വെച്ച് വിശ്വാസികൾ പറയുന്ന, എന്നാലോ അതിനുത്തരം പറയാൻ കഴിയാത്ത ആളുകളുണ്ട്. അവരോട് നിന്റെ റബ്ബാരാണെന്ന് ചോദിക്കുമ്പോ ഉത്തരം പറയാൻ കഴിയാതെ അറിയൂല എന്ന് വിലപിക്കുകയാണ്. ദീനേതാണെന്ന് ചോദിക്കുമ്പോ മറുപടിയില്ല, അമലേതാണെന്ന് ചോദിക്കുമ്പോ മറുപടിയില്ല. ലോകത്തിന്റെ മുത്ത് നേതാവിനെ കാണിച്ചു കൊടുത്തുകൊണ്ട് ഇതാരാണെന്ന് ചോദിക്കുമ്പോ അപ്പോഴും മറുപടി പറയാൻ കഴിയാതെ വിലപിച്ചുകൊണ്ടിരിക്കുന്ന രംഗങ്ങളിലൂടെ അറിയൂല എന്ന് സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോ ഇരുമ്പിന്റെ ചുറ്റിക പോലുള്ള ആയുധം കൊണ്ട് അവരുടെ രണ്ട് കാതുകൾക്കും മധ്യത്തിലൂടെ അടിക്കുമ്പോ അവർ ഭൂമിയിലേക്ക് ആണ്ടുപോകുന്നു എന്ന് മാത്രമല്ല, പൊന്തി വരുമ്പോ വീണ്ടും അവർക്ക് പ്രഹരമാണ്. ആ ആയുധത്തിന്റെ കനമറിയുമോ നിങ്ങൾക്ക്? അതുകൊണ്ടൊരു പർവ്വതത്തിന്റെ ശിഖരത്തിലാണ് അടിക്കുന്നത് എങ്കിൽ ആ പർവ്വതം പോലും പരിപൂർണമായി മണ്ണായി പോകുമാറ് കനമുള്ള ആയുധമാ, കനമുള്ള ആയുധമാ.
മാത്രമല്ല ആകാശത്ത് നിന്ന് വിളിച്ചു പറയുന്ന മലക്ക് പറയുകയാണ് അൽബിസൂഹു ബിന്നാർ, നരകത്തിന്റെ വസ്ത്രം നിങ്ങൾ ധരിപ്പിച്ചോ. അഫ്രിഷൂഹു ബിന്നാർ, നരകത്തിന്റെ വിരിപ്പിനെ അവന് വേണ്ടി കൊടുത്തോ. വഫ്തഹൂ ലഹു ബാബൻ ഇലന്നാർ, നരകത്തിലേക്കുള്ള കവാടം അവരുടെ ഖബറിലേക്ക് തുറന്നിട്ട് കൊടുത്തോ. മാത്രമല്ല ദുനിയാവിൽ ചെയ്ത നീചമായ പ്രവർത്തനങ്ങളുണ്ടല്ലോ, ദുർഗന്ധം വമിക്കുന്ന രീതികളിലൂടെ, പേടിപ്പെടുത്തുന്ന രീതികളിലൂടെ അവരുടെ ഖബറിൽ അവരെ ഭയവിഹ്വലരാക്കി കൊണ്ടിരിക്കുമെന്നാ. മാത്രമാണോ നരകത്തിന്റെ കവാടം അവരുടെ ഖബറിലേക്ക് തുറന്നിട്ട് കൊടുക്കുമ്പോ ആ ഭയാനകരമായ ശിക്ഷ കാണിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ മലായികത്തുകൾ അവരോട് പറയില്ലേ, ഹാദാ മഖാദിക ലക ഹത്താ യബഅസകല്ലാഹ്, അല്ലാഹു നിനക്ക് പുനർജന്മം നൽകുന്നത് വരെയുമുള്ള നിന്റെ ഇരിപ്പിടമാണ് കേട്ടോ എന്നവരോട് പറയുന്ന രംഗങ്ങളിലൂടെ ഈ മനുഷ്യർ അല്ലാഹുവിനോട് കരഞ്ഞുകൊണ്ട് പറയുന്ന വാക്കെന്താണെന്നറിയോ? റബ്ബി ലാ തുഖ്മിസാ, റബ്ബി ലാ തുഖ്മിസാ, ഖിയാമത്ത് നാൾ വരല്ല അല്ലാഹ്, വരല്ല അല്ലാഹ്, വരല്ല അല്ലാഹ്, ഖിയാമത്ത് നാൾ ഒരിക്കലും സംഭവിക്കല്ല അല്ലാഹ് എന്നീ മനുഷ്യർ അവിടെ വെച്ചുകൊണ്ട് വിലപിച്ചുകൊണ്ടിരിക്കുമെന്നാണ്. ആ ഖബറിൽ വെച്ചൊരു വിലാപമുണ്ടാകും. എന്റെ പ്രിയമുള്ളവരെ, നമുക്ക് ആഗ്രഹമില്ലേ ആ ഖബറിൽ ഉത്തരം പറയണമെന്ന്? ആഗ്രഹമില്ലേ? കാരണം എന്താ? അവിടെ നിന്നുള്ള പരാജയമാണ് ഏറ്റവും വലിയ പരാജയമെന്നാണ് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഖബർ കാണുമ്പോ വല്ലാതെ കരയുന്ന അവസ്ഥ. ഖബറെന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാ വിട്ടു നീ കരയേണ്ടതാ. ചോദിച്ചോ എന്താണിപ്പോഴും ഇത് കണ്ട് വിലപിക്കുവാൻ യാ സയ്യിദി വിറകൊണ്ട്. നരകത്തെ ഓർത്താൽ പോലുമില്ലത് ഞങ്ങളിൽ, അതിലുപരിയാണോ ഖബർ കണ്ടാ നിങ്ങളിൽ? ഇസ്ലാമിക ഖിലാഫത്തിന്റെ മൂന്നാമത്തെ ഖലീഫയുണ്ടല്ലോ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, ഖബർ കാണുമ്പോ വല്ലാതെ പൊട്ടിക്കരയുന്ന അവസ്ഥയാ. അവിടുന്ന് സഹാബത്ത് ചോദിച്ചില്ലേ, നരകത്തെ ഓർത്തിട്ട് പോലും ഞങ്ങൾ ഇതുപോലെ കരയാറില്ലല്ലോ, പിന്നെ എന്തിനാ അവിടുന്ന് ഖബർ കാണുമ്പോ ഇങ്ങനെ കരയുന്നതെന്ന് ചോദിക്കുമ്പോ അവിടുന്ന് കൊടുത്ത മറുപടി എന്താണെന്നറിയോ? ഇന്നൽ ഖബറു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ, ഇന്നൽ ഖബറ, നിശ്ചയമായും ഒരു ഖബർ എന്നുള്ളത് അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ, പാരത്രികമായ ഭവനങ്ങളിലേക്കുള്ള ആദ്യത്തെ ചവിട്ടടിയാണ് ഖബർ. അവിടെ വിജയിച്ചോ ബാക്കിയെല്ലാം വിജയിച്ചു പോയി, അതല്ല ഖബറിലെ പരാജയപ്പെട്ടു പോയോ ബാക്കിയെല്ലാം പരാജയം തന്നെയാ. നോക്ക് നിങ്ങള്, അതുകൊണ്ട് ആ ഖബറിൽ നമുക്ക് വിജയിക്കണം വേണ്ടേ? ആ ഖബറിലെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ കഴിയണം. അതെങ്ങനെ കഴിയും? മരിച്ച മയ്യത്ത് ഖബറിൽ വെച്ചാൽ തലഭാഗത്തിരുന്ന് ഉസ്താദ് ട്യൂഷൻ കൊടുക്കുക. ഇതാ ചാക്കൽ മലക്കാനിൽ കരീമാനി ബിക്ക് മുൻകർ വ നകീറുൻ അലൈഹിമ, നിന്നെ മറുമാടി മുൻകർ നകീറൊക്കെ വന്ന് നിന്നോട് ഇന്നെ പോലൊക്കെ ചോദിച്ച് അങ്ങനെ ഉത്തരം പറയണോട്ടോ എന്ന് പറഞ്ഞു കൊടുത്താൽ ഉത്തരം പറയാൻ പറ്റുമോ? സാധ്യമല്ല. അല്ല, അതല്ലെങ്കിൽ പിന്നെ മയ്യത്ത് മറവിയുമ്പോ അതിന്റെ കൂടെ ഒരു തുണിയില് ക്വസ്റ്റ്യൻ ആൻസർ എഴുതിയിട്ട് മണ്ണിന്റെ കൂടെ ഉരുട്ടി വെച്ചു കൊടുത്താൽ അത് നോക്കി കോപ്പിയടിച്ച് പറയാൻ പറ്റുമോ? അതിനും സാധ്യമല്ല. പിന്നെ മറുപടി പറയണമെങ്കിൽ എന്ത് വേണം? അതാണ് നമുക്ക് ചിന്തിക്കാനുള്ള വിഷയം. അവിടെ ഒന്നാമത്തെ ചോദ്യം എന്താ? നിന്റെ റബ്ബാരാണെന്ന് ചോദിക്കുമ്പോ അല്ലാഹു റബ്ബി എന്ന് മറുപടി നിനക്ക് പറയണോ? അല്ലാഹനെ റബ്ബായി കണ്ടവർക്ക് മാത്രമേ, അവന്റെ വഹദാനിയത്ത് മുറുകെ പിടിച്ചവർക്ക് മാത്രമേ അല്ലാഹുവാണ് എന്റെ റബ്ബെന്ന് മറുപടി പറയാൻ സാധിക്കുകയുള്ളൂ. തൗഹീദ് അനുസരിച്ച് ജീവിച്ചാലേ മാത്രമേ, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ വിഷയത്തിലോ പരാജയമില്ലാതെ ജീവിച്ചവർക്ക് മാത്രമേ അല്ലാഹു റബ്ബി എന്നവിടെ വെച്ചുകൊണ്ട് മറുപടി പറയാൻ സാധിക്കുകയുള്ളൂ. ലാ ഇലാഹ ഇല്ലല്ലാഹ് കൃത്യമായിരിക്കണം.
അതല്ലെങ്കിലോ ഖബർ എന്നല്ല, റൂഹ് പിടിക്കുന്നത് മുതലേ പരാജയമാണ്. അല്ലേ? റൂഹ് പിടിക്കുമ്പോഴേ മലക്കുകൾ ചോദിക്കും. 7-ാം അധ്യായം 37-ാമത്തെ വചനത്തെ കാണാം. ഹത്താ ഇദാ ജാഅതുഹും റസുലുനാ യതവഫൗനഹും ഖാലൂ ഐനമാ കുൻതും തദഊന മിൻ ദൂനില്ലാഹ്. അല്ലാഹുവിന്റെ മലായികത്തുകൾ അവരുടെ റൂഹ് പിടിക്കുന്ന സന്ദർഭത്തിൽ അവരോട് ചോദിക്കുക, ഐനമാ കുൻതും തദഊന മിൻ ദൂനില്ലാഹ്, അല്ലാഹുവല്ലാതെ നിങ്ങൾ ദുആ ചെയ്തിരുന്ന ആളുകളൊക്കെ എവിടെ പോയടോ? ഈ മനുഷ്യർ കൈമലർത്തിയിട്ട് പറയാ, കാലു നെല്ലു അന്ന, അവരൊക്കെ ഞങ്ങളെ വിട്ടുപോയേ എന്ന് വിലപിക്കുമെന്ന്. വശഹിദു അലാ അൻഫുസിഹിം അന്നഹും കാനൂ കാഫിരീൻ, ഞങ്ങൾ നിഷേധികളായി പോയേ എന്നവർ സ്വയം സമ്മതിക്കുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. റൂഹ് പിടിക്കുമ്പോഴേ പരാജയം. ഖബറിൽ വന്ന ഉത്തരം പറയാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ വിഷയത്തിൽ അല്ലാഹുവിന്റെ മണ്ണിൽ അവൻ തന്ന കാലുകൊണ്ട് നടന്ന്, അവൻ തന്ന കൈ കൊണ്ട് പിടിച്ച്, അവൻ തന്ന വെള്ളം കുടിച്ച്, അവൻ തന്ന അന്നം ഭുജിച്ചോ, അവനില്ലാത്തവരോട് ആരാധിക്കുമ്പോ, അവനില്ലാത്തവരോട് പ്രാർത്ഥിക്കുമ്പോ, അവനില്ലാത്തവർക്ക് നേർച്ച വഴിപാടുകൾ അർപ്പിക്കുമ്പോ, അല്ലാഹു അല്ലാത്തതിന്റെ പേരിൽ സത്യം ചെയ്യുമ്പോ അവർക്കൊരിക്കലും ഇതാ അല്ലാഹുവിന്റെ കാരുണ്യം പരലോകത്ത് അനുഭവിക്കാൻ അവർക്ക് സാധ്യമല്ല. അവരിതാ അല്ലാഹുവിന്റെ കാരുണ്യമായ സ്വർഗ്ഗം അല്ലാഹു അവർക്ക് ഹറാമാക്കിയിരിക്കുന്നു. ഇന്നഹു മൻ യുശ്രിക ബില്ലാഹി ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, ആരല്ലാഹുവിൽ പങ്കു ചേർത്ത് പോയോ അവർക്ക് അല്ലാഹു സ്വർഗ്ഗം ഹറാമാക്കി എന്ന്. പ്രിയമുള്ളവരെ, നേർക്ക് നേരെ ഖുർആൻ സ്വർഗ്ഗം ഹറാം എന്ന് പറഞ്ഞ ഒരേ ഒരു വിഷയം നമുക്ക് കാണാൻ സാധിക്കുന്നുവെങ്കിൽ അത് ശിർക്കിനെ കുറിച്ചാണ്. അതുകൊണ്ടാണ് വളരെ ഗൗരവത്തോടുകൂടെ നിങ്ങളോട് പറയുന്നത്, ശിർക്ക് നമ്മുടെ ജീവിതത്തിൽ വരാൻ പാടില്ല. എങ്കിൽ എന്താ ശിർക്ക്? എന്താ ശിർക്ക്? തൗഹീദിൽ കളങ്കമുണ്ടാക്കൽ. എങ്ങനെയാ നമ്മൾ വിചാരിച്ച പോലെ ഒരു വിഗ്രഹത്തെ പൂജിക്കൽ മാത്രമാണോ? നമ്മുടെ സമുദായത്തിനെ പറ്റി ഏറ്റവും വലിയ തകരാറ് എന്താണെന്നറിയോ? അള്ളാഹ്ക്ക് മാത്രം കൊടുക്കേണ്ടുന്ന പ്രാർത്ഥനയുണ്ട്. കാരണം ആരാധനയുടെ മർമ്മപ്രധാനമായ കേന്ദ്രം അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദുആഉ ഹുവൽ ഇബാദ, പ്രാർത്ഥന അത് തന്നെയാണ് ആരാധന. പ്രാർത്ഥന അത് തന്നെയാണ് ആരാധന എന്ന് പറയുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്ന് ഖുർആൻ അടിക്കടി മനുഷ്യരോട് ഉണർത്തുമ്പോ, ആ പ്രാർത്ഥനയിൽ പോലും ഇന്ന് തകരാറ് സംഭവിച്ചു പോയ അവസ്ഥയാണ്. അള്ളാനെ വിളിക്കാൻ പലപ്പോഴും നമുക്ക് മടിയാ. കാല് തെന്നി ഒന്ന് വീഴാൻ പോയാ എന്താ വിളിക്കാം? പടച്ചോനെ എന്ന് വിളിക്കാം? അല്ല, എന്റെ ബദ്രീങ്ങളെ. അങ്ങനെയല്ലേ ഓരോ നാട്ടുകാര്. നമ്മുടെ നാട്ടിലെ ഹൈന്ദവ സമൂഹത്തിന് ഒരു പ്രത്യേകതയുണ്ട്. എന്തെന്നറിയോ? ഇപ്പോ പിന്നെ കാടാമ്പുഴയുള്ള ആളുകൾക്ക് കാടാമ്പുഴ അമ്മയാണ്. അവര് വീഴാൻ പോയാൽ പിന്നെ കാടാമ്പുഴ അമ്മ എന്ന് വിളിക്കും, അല്ലേ? ഇവിടുന്ന് കുറച്ചങ്ങ് വിട്ട് കഴിഞ്ഞാല് പിന്നെ വളാഞ്ചേരിയോ ഏതെങ്കിലും ഒരു നാട്ടിൽ ഒരു അമ്പലം ഉണ്ടെങ്കിൽ അവിടെ ഒരു അമ്മ ഉണ്ടാവും, ആ അമ്മേനെ വിളിക്കും. നമ്മുടെ ആളുകളും അതിൽ മോശമൊന്നല്ല. പുത്തമ്പള്ളിക്കാര് പരിസരത്തുള്ള പിന്നെ എരമംഗലത്തുകാരോ ആ പരിസരത്തുള്ള ആളുകൾ വീഴാൻ പോയ എന്റെ പുത്തമ്പള്ളി മൂപ്പരെ എന്ന് വിളിക്കും, അല്ലേ? അങ്ങ് തൃശ്ശൂർ ടൗണിന്റെ ഭാഗത്തുള്ളവർ വീഴാൻ പോയ പിന്നെ കാളത്തോട് മൂപ്പരെ എന്ന് വിളിക്കും. അങ്ങനെ ഓരോ നാട്ടുകാരും ഓരോ വിളിയാ വിളിക്കാം, അല്ലെ? ഇത് ഞാൻ പറയുന്നത് പിന്നെ പലപ്പോഴും നമ്മുടെ ഒക്കെ ആളുകളുടെ വായിലറിയാതെ വരുന്ന അതിന്റെ അപകടം നമ്മൾ മനസ്സിലാക്കാൻ എനിക്കത് പറയണമെന്ന് തോന്നിയ ഒരു ചിന്താഗതി. നമ്മുടെ പെരിന്തൽമണ്ണ മൗലാന ഹോസ്പിറ്റലിലെ ഞാൻ അവിടെ പിന്നെ അതിൻ്റെ ഇതിൽ നടക്കുന്ന സന്ദർഭത്തിൽ ഒരാളെ കാണാൻ വേണ്ടി പോയപ്പോൾ നല്ല പ്രായം വന്ന ഒരു ഏകദേശം പിന്നെ ജീവിതത്തിൽ തിരിച്ചു കിട്ടൂല എന്നുള്ളൊരു അവസ്ഥയിൽ വല്ലാതെ പ്രയാസം. അദ്ദേഹത്തിൻ്റെ ക്യാൻസർ ബാധിച്ചിട്ട് അതിൻ്റെ മുഴകൾ പുറത്തേക്ക് തന്നെ നമുക്ക് ബാഹ്യമായിട്ട് കാണാം. അത്രയും ഒറ്റമുട്ടിയൊരു അവസ്ഥയിൽ പിന്നെ അയാൾ ആ വേദനയിൽ പോലും വിളിക്കുന്ന എൻ്റെ ബദരീങ്ങളെ എന്ന് പറഞ്ഞിങ്ങനെ വിളിക്കാം. അപ്പോ ഒന്ന് ആലോചിച്ച് നോക്കി, ആ നിമിഷത്തിൽ പോലും അല്ലാന്ന് വിളിക്കാൻ നാവ് വഴങ്ങുന്നില്ല. കാരണം അങ്ങനെ പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നു സമൂഹത്തിനെ. നോക്ക്, നിങ്ങൾ അല്ലാനെ വിളിക്കേണ്ടുന്നതിന് പകരം നോക്ക്, അല്ലാഹുവിനോട് മാത്രമേ നിങ്ങൾ വിളിക്കാവൂ എന്ന് പറഞ്ഞ, അല്ലാഹുവിനോട് മാത്രമേ നിങ്ങൾ ദുആ ചെയ്യാവൂ എന്ന് പറഞ്ഞ ആ ബദരീങ്ങളോട് തേടുമ്പോ, അല്ലാഹു അല്ലാത്തവരോട് നിങ്ങൾ ദുആ ചെയ്യല്ലേ എന്ന് പറഞ്ഞ മുഹിയുദ്ദീൻ ശൈഖിനോട് നമ്മൾ തേടുമ്പോ, ദുആ ചെയ്യുന്നവെങ്കിൽ അല്ലാഹുവിനോട് മാത്രമേ ആകാവൂ എന്ന് പറഞ്ഞ പ്രവാചക ചക്രവർത്തി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നമ്മൾ തേടുമ്പോ, ഖുർആനിന്റെ ഏത് അധ്യാപനങ്ങൾ എടുത്ത് പരിശോധിച്ചാലോ അത് മുഴുവനും അല്ലാഹുവിനോട് മാത്രമുള്ള ആരാധനക്കാണ് കൽപ്പിക്കുന്നത് എങ്കിൽ ആ ഖുർആനിന്റെ അധ്യാപനം
സ്ഥാപനങ്ങളെ തട്ടിമാറ്റിയിട്ടോ അല്ലാഹു അല്ലാത്തവരോട് തേടുമ്പോ പ്രിയമുള്ളവരെ പരലോകത്ത് രക്ഷപ്പെടാൻ നമുക്ക് കഴിയുമോ? ഖബറിലെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ കഴിയുമോ? നോക്ക്, നിങ്ങൾ ഒരിക്കലും നമുക്ക് സാധ്യമല്ലല്ലോ. കാരണം ഖുർആൻ നമ്മളോട് പറഞ്ഞു പ്രാർത്ഥിക്കുകയാണെങ്കിൽ ആരോട്? പടച്ചോനോട് മാത്രമേ പറ്റാവൂ. ഖുർആനിൽ ആ പരാമർശം തന്നെ നിങ്ങൾ നോക്ക്. പടച്ചോനോടും മറ്റുള്ളവരോടും അങ്ങനെ ഉണ്ടല്ലോ അല്ലേ? പടച്ചോനോടും മറ്റുള്ളവരോടും ആ കൺസെപ്റ്റ് പോലും ഇസ്ലാമിൽ ശരിയല്ല. സൂറത്ത് ജിന്നിലെ 18-ാമത്തെ വചനം നോക്ക് നിങ്ങൾ. അല്ലാഹുവോട് പ്രയോഗിച്ച പ്രയോഗം എന്താ? ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ. ഫലാ തദ്ഉ, നിങ്ങൾ ദുആ ചെയ്തു പോകരുതേ. മഅല്ലാഹി അഹദാ, അല്ലാഹുവിനോട് കൂടെ. അല്ലാഹനെ മാറ്റി വെച്ചിട്ടെന്ന് പറഞ്ഞിട്ടില്ല. മഅല്ലാഹി അഹദാ, അല്ലാഹുവിനോട് കൂടെ മറ്റാരോടും നിങ്ങൾ ദുആ ചെയ്തു പോകല്ലേ. അല്ലാഹുവിനോട് കൂടെ മറ്റാരോടും നിങ്ങൾ ദുആ ചെയ്തു പോകല്ലേ. ഇത് അല്ലാഹുവിന്റെ ഖുർആൻ തന്നെ പറഞ്ഞു തരുമ്പോ എന്റെ പ്രിയമുള്ളവരെ, ലോകത്തിലെ ഏറ്റവും വഴികെട്ടവൻ ആരാണെന്നറിയോ? സൂറത്ത് അഹ്ഖാഫിന്റെ 5-6 ആയത്തുകളിലോട് അല്ലാഹു പറഞ്ഞില്ലേ, വമൻ അളല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാഹ് മൻ ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ. ഖിയാമത്ത് നാൾ വരെയും ഉത്തരം നൽകാൻ കഴിയാത്തതിനോട് ദുആ ചെയ്യുന്നതിനേക്കാൾ വഴികെട്ടവൻ ആരുണ്ട് എന്ന് ഖുർആൻ. എന്റെ പ്രിയമുള്ളവരെ, ലോകത്തിലെ ഏറ്റവും വഴികെട്ടവൻ അത് വ്യഭിചരിക്കുന്നവനാണെന്നല്ല, അതിവിടെ കലാപമുണ്ടാക്കുന്നവനാണെന്നല്ല, ഇവിടെ സമൂഹത്തിലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന അധർമ്മകാരിയെന്നല്ല, ഇവിടത്തെ കൊലപാതകയാണെന്നല്ല. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു ഏറ്റവും വഴികെട്ടവൻ ആരാണെന്നറിയോ നിങ്ങൾക്ക്? മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാഹ്, അല്ലാഹു അല്ലാത്തവരോട് ദുആ ചെയ്യുന്നവനേക്കാൾ വഴികെട്ടവൻ ആരുണ്ട് എന്ന് ഖുർആൻ ചോദിക്കുമ്പോ നമ്മുടെ ഉസ്താദുമാരെ പറയുമ്പോ ആയത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അമ്പിയാക്കളോട് തേടലില്ല, ഔലിയാക്കളോട് തേടലില്ല, വെറും വിഗ്രഹങ്ങളോടുള്ള തേട്ടമാണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറയുന്നുവെങ്കിൽ അവിടെ പഠിച്ചോ. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞ പ്രയോഗം എന്താ? വഹും അൻ ദുആഇഹിം ഗാഫിലൂൻ. അവരാകട്ടെ ഇവരുടെ പ്രാർത്ഥനകളെ തൊട്ട് അശ്രദ്ധരാണ്. വെറും വിഗ്രഹങ്ങൾ മാത്രമാണെങ്കിൽ ഹും എന്ന പ്രയോഗമല്ല, വഹുന്ന അൻ ദുആഇഹിം എന്ന് പറയണമായിരുന്നു. കാരണം ഒയിറു ആക്കിലിനെ ഹുന്ന ഉപയോഗിക്കാം, അത് മാത്രമാണെങ്കിൽ. എന്നാൽ ഇവിടെ അതെല്ലാത്തും ഉദ്ദേശിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ അടുത്ത ആയത്ത് കൂടെ ചേർത്ത് പഠിച്ച പ്രശ്നമില്ല, 6-ാമത്തെ ആയത്ത് കൂടെ നമ്മൾ പഠിച്ചാൽ മതി. എന്താ? വൈദാ ഹുശ്റന്നാസ്, നാളെ ഇതാ ജനങ്ങളെ മുഴുവനും ഒരുമിച്ച് കൂട്ടുമ്പോ കാനൂലഹും അഅദാ, ഇവർ അവർക്ക് ശത്രുക്കളായി മാറുകയാണ്. വകാനൂ ബിഇബാദതിഹിം കഫീൻ, ഇവരുടെ ആരാധനകളെ അവർ നിഷേധിച്ചു തള്ളുമെന്നാണ്. ഏത് ആരാധന? മിമ്മൻ യദ്ഉ എന്ന് പറഞ്ഞ ദുആ എന്ന് പറയുന്ന ആരാധനയുണ്ടല്ലോ, ആ ആരാധനയെ അവർ നിഷേധിച്ച് തള്ളുമെന്ന് വിശുദ്ധ ഖുർആൻ. ഇനി അതിന് ഉദാഹരണം വേണമെങ്കിൽ അതും ഖുർആനിൽ കാണാം. വിശുദ്ധ ഖുർആനിലെ 5-ാം അധ്യായം സൂറത്ത് മാഇദ 115-116 ആയത്ത് നോക്കിയാൽ മതി. എന്താ? നാളെ പരലോകത്തെ ഈസ അലൈഹിസ്സലാത്തു വസ്സലാമിനെ കൊണ്ടുവരുമ്പോ അല്ലാഹ് ചോദിക്കും, അല്ല ഈസ, നീയാണോ നിന്നെയും നിന്റെ മാതാവിനെയും വിളിച്ചു പ്രാർത്ഥിക്കാൻ, നിന്നെയും നിന്റെ മാതാവിനെയും വിളിച്ചു പ്രാർത്ഥിക്കാൻ ഇവരെ പഠിപ്പിച്ച നീയാണോ? അപ്പൊ ഈസാ നബി പറയും, പഠിച്ചോനെ എനിക്കൊന്നും അറിയില്ല റബ്ബേ, നീയാണല്ലോ അല്ലാഹ് അദൃശ്യമറിയുന്നവൻ, എനിക്കൊന്നും അറിയില്ലല്ലോ റബ്ബേ. ആരാ പറയുന്നത്? ഈസാ നബി. ആർക്കെതിരെയാ പറയുന്നത്? ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിനെ വിളിച്ചു പ്രാർത്ഥിച്ച ആളുകൾക്കെതിരെ. അപ്പൊ ആരോട് നമ്മൾ തേടിയാലും, അല്ലേ, ആരോട് നമ്മൾ തേടിയാലും, ഈസാ നബി നിസ്സാരക്കാരനല്ല, ഒരു പ്രവാചകനാണ്, അല്ലേ, മോചിതത്തുണ്ടായിട്ടുള്ള പ്രവാചകനല്ലേ? ആണ് അല്ലേ? പിന്നെ ഇഞ്ചീൽ എന്ന് പറയുന്ന ഗ്രന്ഥം പോലും അവതരിച്ചിട്ടുള്ള പ്രവാചകനാണ്. ആ പ്രവാചകനോട് തേടിയാൽ പോലും പറ്റൂല എന്നല്ലാന്റെ ഖുർആൻ പറയുമ്പോ അതിനെ ആ പ്രവാചകൻ തള്ളും, നിഷേധിക്കുമെന്ന് ഖുർആൻ തന്നെ പറയുമ്പോ അല്ലാഹു അല്ലാത്ത ആരോട് നമ്മൾ ദുആ ചെയ്യാൻ പറ്റൂല. ഇനി ഞാൻ ഒന്നുകൂടെ ലളിതമായി പറഞ്ഞോട്ടെ. നിങ്ങൾ ഖുർആനിലെ പ്രാർത്ഥനകൾ നോക്ക്.
ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം തുടങ്ങി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മകൻ ഇസ്മായിൽ അലൈഹിസ്സലാമിന്റെ സന്താന പരമ്പരയിലാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്നത്. ഇതുവരെയുള്ള ലക്ഷക്കണക്കിന് പ്രവാചകന്മാരിലെ ഏതെങ്കിലും ഒരു നബിയുടെ ഹക്ക് ജാഹ് ബർക്കത്തുകൊണ്ട് തേടാനെങ്കിലും അള്ളാന്റെ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ടോ? ഉണ്ടോ? നിങ്ങൾക്ക് വേദന ഉണ്ടാവുമ്പോ, പ്രയാസം ഉണ്ടാവുമ്പോ ഉണ്ടോ? ഇല്ല. അള്ളാന്റെ റസൂൽ പറഞ്ഞില്ല. ഖുർആൻ പറഞ്ഞു? ഇല്ല. ഖുർആനിലെ മുഴുവൻ പ്രാർത്ഥനകൾ എടുത്തോ, അള്ളാഹു അല്ലാത്തവരോടുള്ള ഒരു പ്രാർത്ഥന ഉണ്ടോ? ഇല്ല. എല്ലാം അള്ളാഹിനോട് മാത്രം, എല്ലാം അള്ളാഹുവിനോട് മാത്രം. ഇനി ഹദീസുകൾ എടുത്തോ, ഒരുപാട് പ്രാർത്ഥനയില്ലേ? ഉറങ്ങാൻ കിടക്കുമ്പോ, ഉറക്കത്തിന് എണീറ്റാല്, പള്ളി കയറും ഇറങ്ങുമ്പോ, വീട്ടിൽ കയറും ഇറങ്ങുമ്പോ, പുതുവസ്ത്രം ധരിക്കുമ്പോ, ക്ഷുദ്രജീവികളുടെ അക്രമം ഭയപ്പെടുമ്പോ, ഇടിമിന്നൽ ഉണ്ടാകുമ്പോ ഒരുപാട് പ്രാർത്ഥന ഉണ്ട്. അള്ളാഹു അല്ലാത്തവരോടൊരു പ്രാർത്ഥന ഇല്ല. എന്നാൽ ഇനി അടുത്ത പ്രശ്നം എന്താ? നമ്മൾ പറയുന്ന അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കരുതെന്ന് പറയുമ്പോ ഇവിടെ സമൂഹത്തിൽ ഉന്നയിക്കുന്ന ഒരു വിഷയം എന്താണെന്നറിയോ? അതിപ്പോ അവരോട് നേർക്ക് നേരെയുള്ള പ്രാർത്ഥന എന്നല്ലല്ലോ, അവർക്ക് അള്ള കൊടുത്ത കഴിവിൽ നിന്നല്ലേ നമ്മൾ ചോദിക്കുന്നത്. നമുക്ക് വേണ്ടി അള്ളാന്റെ അടുക്കല് ഒരു മീഡിയേറ്ററായി നിൽക്കാൻ വേണ്ടിയിട്ട്, അങ്ങനല്ലേ? അള്ള കൊടുത്ത കഴിവ് കൊണ്ട് അള്ളാന്റെ അടുക്കൽ നമുക്ക് വേണ്ടി ഒന്ന് പറയാൻ ഒരു മീഡിയേറ്ററായിട്ട് അല്ലേ? ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ പോയിന്റ്, അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ നമുക്ക് ഒരാളുടെ ആവശ്യമുണ്ടോ? അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ നമുക്കൊരാളുടെ ആവശ്യമുണ്ടോ? ഇല്ല എന്ന് വിശുദ്ധ ഖുർആൻ. 3 ആയത്ത് നോക്ക് നിങ്ങൾ ഖുർആനിലെ. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു ആഫിറിന്റെ 60-ാമത്തെ വചനത്തിൽ പറയാ, വഖാല റബ്ബുക്കും ഉദ്ഊനി അസ്തജിബ് ലക്കും. വഖാല റബ്ബുക്കും, നിങ്ങളുടെ രക്ഷിതാവിതാ പറഞ്ഞിരിക്കുന്നു, ഉദ്ഊനി അസ്തജിബ് ലക്കും, നിങ്ങൾ എന്നോട് തേടിക്കൊള്ളുക, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി, നമ്മോടുള്ള ആരാധനയിൽ ആരെ അഹങ്കാരം കാണിക്കുന്നവോ, സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ, വളരെ നിന്ദനായി കൊണ്ടവൻ നരകത്തിലേക്ക് വീഴുമെന്നാണ് രക്ഷിതാവ് പറഞ്ഞിരിക്കുന്നു. നിങ്ങൾ എന്നോട് തേടിക്കൊള്ളുക, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. പടച്ചോന്റെ പരാമർശം എന്താ? നിങ്ങൾ എന്നോട് തേടുക, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. ഇനി 50-ാമത്തെയും സൂറത്തു ഖാഫ് അതിന്റെ 16-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല പറയാ, വലഖദ ഖലഖനൽ ഇൻസാൻ, മനുഷ്യനെ സൃഷ്ടിച്ചവൻ നാമാണ്. അവന്റെ മനസ്സ് മന്ത്രിക്കുന്നത് പോലും എനിക്കറിയാം. അവന്റെ നാഡിഞരമ്പുകളെക്കാളും ഞാൻ അടുത്തുള്ളവനാണ്. അല്ലാഹു പറയുന്ന, മനുഷ്യരെ, നിങ്ങളുടെ നാഡിഞരമ്പുകളെക്കാളും ഞാൻ അടുത്തുള്ളവനാണ്. ആ അല്ലാഹുവിലേക്ക് അടുപ്പിക്കാൻ മറ്റൊരു മീഡിയേറ്ററുടെ ആവശ്യമുണ്ടോ? ആ അല്ലാഹുവിലേക്ക് അടുപ്പിക്കാൻ മറ്റൊരാളുടെ ആവശ്യമുണ്ടോ? അല്ലാഹു പറയുന്നു, നിങ്ങളുടെ നാഡിഞരമ്പുകളെക്കാളും ഞാൻ അടുത്തുള്ളവനാണ്. തീർന്നില്ല. സൂറത്ത് ബഖറ 186-ാമത്തെ വചനമുണ്ടല്ലോ, വൈദാ സഅലക ഇബാദി അന്നീ ഫഇന്നീ ഖരീബ്. നബിയെ, എന്നെ കുറിച്ചെങ്ങാനും എന്റെ അടിമ താങ്കളോട് ചോദിക്കുമ്പോ അങ്ങ് പറഞ്ഞു കൊടുക്കേണ്ട മറുപടി എന്താ? ഫഇന്നീ ഖരീബ്, ഞാൻ വളരെ അടുത്തുള്ളവനാണ്, ഞാൻ സമീപസ്ഥനാണ്. ഉജീബു ദഅവത ദാഇ ഇദാ ദഅാനി, എന്നോട് തേടിക്കോ, ഞാൻ ഉത്തരം നൽകാം. തേടുന്നവൻ എന്നോട് തേടിയാൽ ഞാൻ അവന് ഉത്തരം കൊടുക്കാം, അല്ലേ? അള്ളാഹു സമീപസ്ഥനാണ്, നാടിഞരമ്പുകളെക്കാളും അടുത്തുണ്ട്, തേടിക്കോ, ഞാൻ ഉത്തരം നൽകാം. ഈ 3 കരാർ പടച്ചോൻ തരുമ്പോ ആ അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ നമുക്കൊരാളുടെ ആവശ്യമുണ്ടോ? ഇല്ല. അപ്പോഴും നമ്മുടെ സമൂഹത്തിന് റസൂലുള്ളാഹി പറഞ്ഞൊരു ഹദീസാണ്. നമ്മൾ സാധാരണ മദീനയിലൊക്കെ ചെന്നാലേ, ബക്കീന്റെ ഖബർസ്ഥാനിലൊക്കെ ചെന്ന്, അവിടെയൊക്കെ സൗദി ഗവൺമെന്റ് ഉഹുദിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, അവിടെയുള്ള ശുഹദാക്കളോടൊന്നും തേടാൻ പാടില്ല. അതിന് കാരണം ഒരു ഹദീസ് കൊടുത്തിട്ടുണ്ട്, ഇദാ സഅൽത ഫസ്അലില്ലാഹ് വഇദാ സ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്. അല്ലാഹുവിന്റെ റസൂൽ നമ്മളോട് പറയുകയാണ്, ചോദിക്കുന്നുവെങ്കിൽ അല്ലാഹുവിനോട് ചോദിച്ചോ, സഹായം തേടുന്നുവെങ്കിൽ അതും അല്ലാഹുവിനോട് തേടിക്കോ എന്നവിടെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. അതുകൊണ്ട് സഹായതേട്ടം അല്ലാഹുവിനോട് തേടുന്നുവെങ്കിൽ അല്ലാഹുവിനോട് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നാഥാ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായതേട്ടം നടത്തുന്നു. അല്ലാഹ്, നിന്നെ മാത്രം
ആരാധിക്കുന്നു, നിന്നോട് മാത്രം സഹായം തേടുന്നു. അപ്പൊ പടച്ചവനോടല്ലേ പറ്റൂ. അപ്പൊ നമ്മൾ ചോദിക്കാം, അപ്പൊ നമ്മുടെ രോഗം വന്നാൽ ഡോക്ടറെ സഹായിക്കണേ ചോദിക്കണില്ലേ? അതുപോലെയല്ലേ ഉള്ളൂ മുഹ്യിദ്ദീൻ രക്ഷിക്കണമെന്ന് പറഞ്ഞാൽ? അല്ല. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ മരവട്ടത്തുള്ള ആൾ, ഇവിടെ ഗവൺമെന്റ് ഒരു ഹോസ്പിറ്റൽ ഉണ്ടെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് രോഗം വന്നാൽ ആ ഡോക്ടറുടെ മുമ്പ് പോയി നമ്മൾ പറയും എൻ്റെ കുട്ടിയുടെ രോഗം മാറ്റി തരണം അല്ലേ? ഡോക്ടറോട് പറയും. അതെന്തടിസ്ഥാനത്തിലാ? ഒരു കാര്യകാരണ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാ. മനുഷ്യന്റെ ഹ്യൂമൻ ബോഡിയെ കുറിച്ച് ഡോക്ടർ പഠിച്ചിട്ടുണ്ട്. ഈ രോഗം നിർണയിച്ചതിന് മരുന്ന് നിർണയിക്കാൻ ഡോക്ടർ പഠനം നടത്തിയ അടിസ്ഥാനത്തിലാണ്. ഞാൻ ചോദിക്കട്ടെ, ആ ഹോസ്പിറ്റലിൽ ഡോക്ടർ മരിച്ചുപോയി എന്ന് വിചാരിക്കാം. രണ്ടാമത് നമ്മുടെ കുട്ടിക്ക് പനി വന്ന ഡിസ്പെൻസറിയുടെ അല്ലെ ഹോസ്പിറ്റലിന് മുന്നിൽ പോയി നിന്നിട്ട് ഡോക്ടറെ അതുപോലത്തെ പനി വീണ്ടും വന്നിട്ടുണ്ടെന്ന് മാറ്റി തന്നെ നമ്മൾ പറയോ? പറയില്ല. എന്തേ? ഡോക്ടർ മരിച്ചു. അല്ലെ കോഴിക്കോട്ടേക്ക് ഡോക്ടർ ട്രാൻസ്ഫർ ആയി എന്ന് വിചാരിക്കാം. വീണ്ടും നമ്മൾ മരവട്ടത്തിൽ ഇരുന്നിട്ട് ഡോക്ടറെ എൻ്റെ കുട്ടിക്ക് സുഖമില്ലാണ്ടായിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ട് വീണ്ടും ഒന്നും മരുന്ന് കുറിക്കണം ഇവിടെ ഇരുന്നുകൊണ്ട് നമ്മൾ പറയില്ല. എന്തുകൊണ്ട്? നമുക്കറിയാം അത് കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറത്താണ്. മുഹ്യിദ്ദീൻ റഹ്മത്തുള്ളാഹി അലൈഹി അങ്ങനാണോ? അദ്ദേഹം വിട പറഞ്ഞു പോയില്ലേ? നമ്മൾ പറയുന്ന ഷെയ്ഖിനെ തള്ളി പറയല്ല, ഒറിജിനൽ ഷെയ്ഖിന്റെ മാർഗത്തിലേക്ക് നിങ്ങൾ വാ. ആ ഷെയ്ഖിനെ പഠിച്ചാൽ ഒരു പ്രശ്നമില്ല. ആ ഷെയ്ഖിനെ മൂടി വെച്ച് കോഴിക്കോട്ടുകാരൻ സങ്കല്പത്തിൽ ഉണ്ടാക്കിയ ഒരു ഷെയ്ഖിന്റെ പിന്നാലെയാ ഇപ്പൊ നമ്മളുടെ യാത്ര അല്ലേ? അപ്പൊ നിങ്ങൾ ആലോചിച്ചോക്ക്, മുഹ്യിദ്ദീൻ റഹ്മത്തുള്ളാഹി അലൈഹി ഡോക്ടർ മുഹ്യിദ്ദീൻ MBBS MD ഓർത്തോ എന്ന് പറഞ്ഞിട്ട് അവിടെ എഴുതി വെച്ചിട്ടില്ല. വീണ കാല് പൊട്ടിയാൽ ഷെയ്ഖെ എന്ന് വിളിക്കാൻ ഇല്ലല്ലോ, അവിടെ പോയി ചോദിക്കാൻ. അദ്ദേഹം പോയി. ഇത് കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറത്തുള്ള തേട്ടാൻ. അതുകൊണ്ട് അത് പറ്റില്ല. ഇനി നമ്മൾ വിചാരിക്കുന്നത് അങ്ങനെ കബറി കിടക്കണവരൊക്കെ ഇപ്പൊ ഇവിടുന്ന് വിളിച്ചൊക്കെ കേൾക്കും അല്ലേ? ഷെയ്ഖിനെ വിളിച്ചാൽ അങ്ങനല്ലേ? വല്ല നീലത്തീന്നും എന്നെ വിളിപ്പോർക്ക് വായിക്കൂടാതു തീരം ചെയ്യും ഞാനെന്നോവർ. ലോകത്തിന്റെ എവിടെ നിന്ന് ആര് ഏതൊക്കെ ഭാഷയിലൂടെ വിളിച്ചാലോ അത് മുഴുവനും ഞാൻ കേൾക്കുമെന്ന് ഷെയ്ഖ് പറഞ്ഞിട്ടില്ലേ എന്നാണ് പാവപ്പെട്ടവന്റെ മനസ്സിലെ ധാരണയെങ്കിലോ അത് ഷെയ്ഖ് പറഞ്ഞതല്ല, മറിച്ച് കോഴിക്കോട്ടുകാരൻ ഖാദി മുഹമ്മദ് പറഞ്ഞതാ. ഷെയ്ഖ് പറഞ്ഞത് എന്താണെന്നറിയോ? അല്ലാഹു അല്ലാത്തവരെ നിന്റെ മനസ്സിലൂടെ സ്ഥാപിച്ചുകൊണ്ട് നാവ് കൊണ്ട് നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ട് കാര്യമില്ല. നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നവെങ്കിൽ നിന്റെ ഹൃദയവും ലാ ഇലാഹ ഇല്ലല്ലാഹ് പോലെ ശുദ്ധമായിരിക്കണമെന്നാ. അത് ഷെയ്ഖ് പഠിപ്പിച്ച വാക്കല്ല, ഇത് കോഴിക്കോട്ടുകാരൻ ഖാദി മുഹമ്മദിന്റെ വാക്കാ. അദ്ദേഹം പറഞ്ഞ എവിടെന്ന് വിളിച്ചാൽ ഉത്തരം കേൾക്കും അല്ലേ? ആ ഖബറിലുള്ള ആൾ അറിയോ? നിങ്ങൾ നോക്ക്, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖബറിലുള്ള ആളെ കേൾപ്പിക്കാൻ പറ്റുമോ? അതുകൊണ്ട് നമ്മൾ പരിശോധിച്ചു. അല്ലാഹുവിന്റെ ഖുർആൻ പറയാൻ ആർക്ക്? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്. ഇത് പറയുമ്പോൾ പറയും റസൂലുള്ളാഹിനെ നിന്ദിക്കാൻ ഇല്ല. ഞാൻ പറയണ ആയത്തിന്റെ പരിഭാഷ നിങ്ങൾ സമസ്തക്കാരുടെ പരിഭാഷ നോക്കിക്കോ. 35-ാമത്തെയും സൂറത്ത് ഫാത്തിർ 19 മുതൽ 22 കൂടിയ ആയത്ത് എന്താ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ, വമാ യസ്തവിൽ അമാ വൽ ബസീർ വലൽളുലുമാത് വലന്നൂർ വലൽളില്ലു വലൽഹറൂർ വമാ യസ്തവിൽ അഹ്യാഉ വലൽഅംവാത് വമാ യസ്തവിൽ അമാ വൽ ബസീർ. കണ്ണ് കാണുന്നവനും കാണാത്തവനും സമമല്ല. വലൽളുലുമാത് വലന്നൂർ, ഇരുട്ടും വെളിച്ചവും എന്നുള്ളതും സമമല്ല. വലൽളില്ലു വലൽഹറൂർ, വെയിലും തണലും എന്നുള്ളതും സമമല്ല. ജീവിച്ചിരിക്കുന്നവരും മരിച്ചുപോയവരും സമമല്ല. 4 പോയിന്റാണ് അല്ലാഹു പറയുന്നത്. ഇത് 4ഉം സമമല്ല. കണ്ണ് കാണുന്നവനും കാണാത്തവനും സമമല്ല. ഇരുട്ടും വെളിച്ചവും സമമല്ല. വെയിലും തണലും സമമല്ല. ജീവിച്ചിരിക്കുന്നവരും മരിച്ചുപോയവരും സമമല്ല. ഏതെങ്കിലും ഒരു മണ്ടം പറയോ ഇത് 4ഉം സമാണ്? അല്ല. ഉറപ്പാണല്ലോ? ഉറപ്പാണ്. എന്ന 4 കാര്യം പറഞ്ഞ് അരക്കെട്ടുറപ്പിച്ച് 5-ാമത്തെ പോയിന്റ് എന്താണെന്നറിയോ? 4-ാമത്തെ ആയത്ത് കണ്ടിന്യൂ ആണ്. അവിടെ അല്ലാഹു സ്ഥാപിക്കുന്ന വിഷയം എന്താ? ഇന്നല്ലാഹ യുസ്മിഉ മൻ യശാ. അല്ലാഹു ഉദ്ദേശിക്കുന്നവരെ അവൻ കേൾപ്പിക്കുന്നവനാണ്. വമാ അൻത ബിമുസ്മിഇൻ മൻ ഫിൽ ഖുബൂർ. നബിയേ താങ്കള് ഖബറിലുള്ളവരെ കേൾപ്പിക്കുകയില്ല റസൂലേ. ഇത് അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്. ജീവിച്ചിരിക്കുന്നവരും മരിച്ചുപോയവരും സമമല്ലാത്ത പോലെ, കണ്ണ് കാണുന്നവനും കാണാത്തവനും സമമല്ലാത്ത പോലെ, ഇരുട്ടും വെളിച്ചവും സമമല്ലാത്ത പോലെ, വെയിലും തണലും സമമല്ലാത്ത പോലെ
അള്ളാഹു കേൾപ്പിക്കുന്നുണ്ട്. എന്നാൽ നബിയേ, താങ്കൾക്ക് ഖബറിലുള്ളവരെ കേൾപ്പിക്കാൻ സാധ്യമല്ല. താങ്കൾക്ക് ഖബറിലുള്ളവരെ കേൾപ്പിക്കാൻ സാധ്യമല്ല. ഇത് അല്ലാഹുവിന്റെ ഖുർആൻ സ്ഥാപിക്കുന്ന വിഷയമാണെങ്കിൽ തീർന്നില്ല. എത്ര സംഭവങ്ങളാണെന്നറിയോ? എത്രയോ സംഭവങ്ങളാണ്, അദൃശ്യകാര്യങ്ങൾ. അല്ലാഹു അല്ലാത്തവരാരും അറിഞ്ഞിട്ടില്ല. അത് അല്ലാഹുക്ക് മാത്രം അറിയുന്ന വിഷയമാണ്. അതുകൊണ്ടല്ലേ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ജനങ്ങളോട് പ്രഖ്യാപിക്കാ, വലൗ കുന്തു അഅലമുൽ ഗൈബ ലസ്തക്സർതു മിനൽ ഖൈരി വമാ മസ്സനി യസൂ. എനിക്കെങ്ങാനും അദൃശ്യകാര്യം അറിയുമായിരുന്നെങ്കിൽ നന്മയിൽ നിന്ന് ഒരുപാട് ഞാൻ സമ്പാദിക്കുമായിരുന്നു. തിന്മ എന്നെ ബാധിക്കുകയേ ഇല്ലല്ലോ. തിന്മ എന്നെ ബാധിക്കുകയേ ഇല്ലല്ലോ. എനിക്ക് അദൃശ്യമറിയുമായിരുന്നെങ്കിൽ നന്മയെന്ന് ഒരുപാട് സമ്പാദിക്കുമായിരുന്നു. കണ്ടോ? 7-ാം അധ്യായം 188-ാമത്തെ വചന. അപ്പൊ നോക്ക് നിങ്ങൾ, അല്ലാഹുവിന്റെ റസൂല് പറയാ, എനിക്ക് അദൃശ്യകാര്യം അറിഞ്ഞിട്ടില്ല. ഇല്ല, ഒരുപാട് സംഭവം കാണാം. പള്ളി അടിച്ചു വൃത്തിയാക്കാൻ വന്നിരുന്ന ഉമ്മു മിഹ്ജനെ കാണാനില്ല ദിവസങ്ങളോളം. അല്ലെ, അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, ഉമ്മ മിഹ്ജൻ എവിടെ? സ്വഹാബത്ത് പറഞ്ഞ, നബി അവർ മരണപ്പെട്ടു. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയാം, അവരുടെ ഖബർ എനിക്ക് കാണിച്ചു തരണം. അല്ലേ, അവിടെ നോക്ക് നിങ്ങൾ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ മദീനയുടെ ഖാദിയായിട്ട് എനിക്കൊരു യാസീനിന്റെ കോലുണ്ടായിട്ട് നിങ്ങൾ അത് മുടക്കില്ലേ? അല്ലേ, അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തിന് ശകാരിച്ചോ? ഇല്ല. നമ്മുടെ നാട്ടിൽ ആലോചിച്ചോക്ക് നിങ്ങൾ, ഞാൻ ഈ പറയുന്ന പോയിന്റ് ഒന്നും വെറുതെ അല്ല. ഇപ്പൊ 2 മഹലിന്റെ നിക്കാഹ് നടക്കാന്ന് വിചാരിച്ചോ? അല്ലേ, ഒരു ഉസ്താദ് നിക്കാഹ് നടത്തിയ മറ്റു ഉസ്താദിനോട് പറയും, ദുആ ചെയ്തോ. എന്തിനാ? കൈമടക്ക് പകുതിക്കൊന്നും മുറിയാതിരിക്കാൻ. അപ്പുറവും കിട്ടണം ഇപ്പുറവും കിട്ടണം. അല്ലേ, ഇത് എവിടെയും നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇതെന്താ നമ്മൾ പറയുന്നത്? നിക്കാഹ് പെണ്ണിന്റെ വീട്ടുകാർ അധികാരാൻ. എന്നിട്ട് എന്താ ചെയ്യാ? പിന്നെ അപ്പുറത്തെ നടത്തിനോട് ഉസ്താദ് ദുആ ചെയ്തോ. അല്ലേ, ഇത് അപ്പുറം ഇപ്പുറവും കൈമടക്ക് കിട്ടണം. ഇനി മരിച്ച വീട്ടിൽ എന്നാലും ഒരാൾ ഇലാ ഹദറത്തി റൂഹി നബീന മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വഇലാ ഹദറത്തി ഉമ്മാത്തു മിന്ന ഖാസൽ ഫാത്തിഹ എന്നൊരാളൊക്കെ വിളിച്ച് നേതൃത്വം കൊടുത്താൽ പിന്നെ അടുത്ത ഉസ്താദിനോട് ദുആ ചെയ്തോ. അല്ല, ഇത് അവര് തമ്മിലുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ്. ഇതുപോലെ അല്ലാഹുവിന്റെ റസൂൽ, ഇതാ ഉമ്മ മിഹ്ജൻ മരണപ്പെട്ടിട്ട് എന്താ എന്നെ വിളിക്കാതിരുന്നേ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ല, അവിടെ എനിക്ക് ഖബർ കാണിച്ചിട്ടുണ്ട്. റസൂലിന്റെ സമീപനം അങ്ങനെ. അവിടെ പലതും നമുക്ക് കാണാം. പിന്നെ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു, അല്ലേ, നിങ്ങൾ നോക്ക്, അദ്ദേഹം പിന്നെ വിവാഹം കഴിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പ്രാർത്ഥിച്ചു, എന്നിട്ട് ചെറിയൊരു സൽക്കാരം ഞങ്ങൾക്ക് തരാമായിരുന്നു. ഈ മഹലിന്റെ ഇവിടുത്തെ ഖാദിയായിട്ട് എന്നെ വിളിച്ചില്ലാലേ എന്ന് പറഞ്ഞ റസൂൽ വിപ്ലവം ഉണ്ടാക്കിയിട്ടില്ല. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അവിടെ പ്രവാചകൻ അദൃശ്യം അറിഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ സ്വഹാബത്തിനോട് പറഞ്ഞ പോലെ ഉമ്മ മിഹ്ജൻ മരിച്ചിട്ടെന്ന് എന്നെ അറിയിക്കാതിരുന്നല്ല. റസൂൽ ചോദിക്കുക, എവിടെ? മറമാടി. അല്ലേ, അവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ വിഷയം തിരിയ. അതുപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും ഒരുപാട് സംഭവങ്ങളുണ്ട്. പ്രിയമുള്ളവരെ, നോക്ക് നിങ്ങൾ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉഹുദിന്റെ രണഭൂമിയെ നിങ്ങൾക്കറിയോ? അബൂ ആമിറിന്റെ ചതിക്കുഴിയിൽ അല്ലാഹുവിന്റെ റസൂൽ വീഴുമ്പോ പ്രവാചകന്റെ കാലിന് പരിക്ക് പറ്റിയില്ലേ? അവിടെ ഒരു ചതിക്കുഴി ഉണ്ടായിരുന്നു എന്ന വിവരം റസൂലുള്ളാഹി അറിയുമായിരുന്നെങ്കിൽ പ്രവാചകൻ അതിൽ വീഴുമായിരുന്നോ? ഇല്ലല്ലോ. അല്ലാഹുവിന്റെ റസൂൽ അറിഞ്ഞില്ല. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ ഹബീബ് അവിടെ വീണത്. ഇതുപോലെ ഒരുപാട് സംഭവങ്ങൾ പ്രവാചകൻ എന്ന് പറഞ്ഞ അവിടെ ചതിക്കുഴുത്തി എന്നെ പറ്റിക്കാലേ എന്ന് റസൂലൊക്കെ പറഞ്ഞ പോരെ. അത് മാത്രമല്ല, ഇനി ഉഹദിൽ റസൂൽ കൊല്ലപ്പെട്ടു എന്നുള്ള കിംവദന്തി പരക്കാം. സ്വഹാബത്ത് 4 ഭാഗത്തോടിയില്ലേ? ഇല്ലേ? മഹാനായ ഇസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു കമിഴ്ന്നു കിടന്നില്ലേ? ഒന്നാലോചിച്ച് നോക്കി നിങ്ങൾ. അവിടെ പ്രവാചകൻ കൊല്ലപ്പെട്ടു എന്ന് കിംവദന്തി പരക്കുമ്പോ സ്വഹാബത്താര? ഔലിയാക്കൾ. ചെറിയ ഔലിയാക്കള? ഇല്ല, വലിയ ഔലിയാക്കള. ഔലിയാക്കളുടെ നേതാക്കന്മാർ, മുഹിയുദ്ദീൻ ഷെയ്ഖിനേക്കാളും പവറുള്ള ഔലിയാക്കൾ സമസ്തക്കാരന്റെ ഭാഷയിൽ. അല്ലേ, എങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഔലിയാക്കളായ സ്വഹാബത്ത് എന്താ പറയുക? ഞങ്ങളെ പറ്റിക്കൊന്നും വേണ്ട, റസൂൽ എന്റെ ഭാഗത്തുണ്ട് എന്നല്ലേ പറയണ്ടേ? അവര് 4 ഭാഗത്തെ കൂടോ? ഇല്ലല്ലോ. അപ്പൊ പിന്നെ അടുത്ത സംശയം എന്താണെന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ ബദറിന്റെ രണഭൂമിയിൽ കൊല്ലപ്പെട്ട മുശ്രിക്കീങ്ങളെ കൊണ്ടുവന്ന് ഹലീബ് കിണറ്റിലിട്ടപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് എന്റെ പേരെ അഭിമാനം നടിക്കാമായിരുന്നു, പക്ഷേ നിങ്ങൾ എന്നെ നിന്ദിച്ചവരല്ലേ, നിങ്ങൾ എന്നെ സ്വീകരിക്കേണ്ടവരായിരുന്നു, പക്ഷേ നിങ്ങൾ എന്നെ ആട്ടിയോടിച്ചില്ലേ എന്ന് അല്ലാഹുവിന്റെ റസൂൽ അവിടെ വെച്ച് പറഞ്ഞപ്പോ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, നബിയേ
കേവലം ഭൗതിക ജഡങ്ങളോടാണോ അങ്ങ് സംസാരിക്കുന്നത്? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അത്ര ഉമറേ, ജീവിച്ചിരിക്കുന്ന നിങ്ങൾ മരിച്ചവരെക്കാൾ കേൾക്കുന്നവരല്ല. അതിന്റെ അർത്ഥം ആ ഖബറിൽ കിടക്കുന്ന മുശ്രിക്കീങ്ങളോ കേട്ടു എന്നല്ലേ, അവിടെ അദൃശ്യകാര്യം അറിയുമെന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലേ? ആ പോയിന്റ് ശരിയെന്ന് പൂർണ്ണമായ സങ്കല്പത്തിൽ നിങ്ങൾ എടുക്കുക. എങ്കിൽ ചോദിക്കേണ്ടത് ആരോടാ? നബിയോടാ, മക്ക മുശ്രിക്കീങ്ങളോടാ? അവിടെ ബദറിന്റെ ഹലീബ് കിണറ്റി കിടക്കുന്ന മുശ്രിക്കീങ്ങൾ റസൂലുള്ളാഹിന്റെ വാക്ക് കേട്ടു എന്ന് പൂർണ്ണമായി നമ്മൾ ഉൾക്കൊണ്ടാൽ അവരുടെ അദൃശ്യകാര്യം അറിയാം, അവരോട് തേടാന്ന് വെച്ചാൽ നമ്മൾ ആരോടാ തേടേണ്ടി വരിക? ബദറിൽ കൊല്ലപ്പെട്ട മുശ്രിക്കീങ്ങളോട് നമ്മൾ തേടേണ്ടി വരും. ഉറപ്പല്ലേ? അല്ലേ? എന്നാൽ അവിടെ വിഷയം എന്താ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ലിഅന്നഹും അൽആന യസ്മഊന മാ അഖൂൽ, ഇപ്പോ ഞാൻ പറയുന്നതിനെ അവർ കേൾക്കുന്നവരാണ്. ഇപ്പോ ഞാൻ പറയുന്നതിനെ അവർ കേൾക്കുന്നവരാണ്. അതിന്റെ താഴെ വ്യക്തമായി എഴുതിയിട്ടുണ്ട്, അല്ലാഹുവിന്റെ റസൂലിന്റെ വിദ്വേഷം അടക്കാൻ അല്ലാഹു പ്രത്യേക ആ സമയത്ത് കൊടുത്തൊരു കഴിവാണ്. അല്ലാണ്ട് എല്ലായ്പ്പോഴും കേൾക്കുന്നോ? അങ്ങനെയില്ല. ഇനി ഇവിടെ എന്താ വിഷയം എന്നറിയോ? അദൃശ്യകാര്യം അറിയുമെന്ന് വരുത്തി തീർക്കാൻ നമ്മുടെ പാഠപുസ്തകങ്ങൾ ചെറിയ ക്ലാസ്സിലെ മദ്രസ കുട്ടികളെ പഠിപ്പിക്കുന്ന വിഷയം തന്നെ എന്നറിയോ? ഇവിടെ 5ാം ക്ലാസ്സിലെ അഖീദ എന്ന് പറയുന്ന പാഠപുസ്തകത്തിലെ ഇൽമുൽ ഒയ്ബ് എന്ന് പറയുന്ന ഒരു അധ്യായമുണ്ട്. ആ ഇൽമുൽ ഒയ്ബ് എന്ന് പറയുന്ന അധ്യായത്തിലെ കൃത്യമായി ഖുർആനിലെ ആയത്ത് കട്ട് ചെയ്തിട്ട് പഠിപ്പിക്കുന്നത്. ഞാൻ നിങ്ങളോട് വെറുതെ പറയില്ല. പുസ്തകത്തിലെ പിന്നെ 20ാമത്തെ പേജിൽ നമുക്ക് കാണാം. നോക്ക് നിങ്ങൾ, അതിന്റെ ഹെഡിങ് കൂടെ ശ്രദ്ധിക്കണേ. നബിമാരുടെ ചര്യ പിൻപറ്റി ജീവിച്ച ഔലിയാക്കളും ഒയ്ബായ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അദൃശ്യമായ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് അവരുടെ കറാമത്തിൽപ്പെട്ടതാണ്. ആര് പറഞ്ഞിട്ടുണ്ടെന്ന? ഔലിയാക്കൾ പറഞ്ഞിട്ടുണ്ട്. അതിന് തെളിവെന്താ? ഖാല അല്ലാഹു തആല പറഞ്ഞു. ആയത്ത് ശ്രദ്ധിച്ചോ. ആലിമുൽ ഒയ്ബി ഫലാ യുദ്ഹിറു അലാ ഒയ്ബിഹി അഹദൻ ഇല്ലാ മൻ ഇർതദാ. ഞാൻ വളരെ വ്യക്തമായി നിങ്ങളോട് പറയുകയാണ്, ഇങ്ങനൊരു ആയത്ത് അല്ലാഹുവിന്റെ ഖുർആനിലില്ല. ഇങ്ങനൊരു ആയത്ത് അല്ലാഹുവിന്റെ ഖുർആനിലില്ല. ഇത് എവിടെ നിന്നാണ് പകർത്തി എഴുതിയത് എന്നറിയോ? സൂറത്ത് ജിന്നിന്റെ 26, 27 ആയത്തുകളാ. എന്നാൽ ഇവിടെ എന്താണ് ഉസ്താദുമാർ നടത്തിയ കൃത്രിമത്വം എന്നറിയോ? 26ാമത്തെ ആയത്താണ്. ആലിമുൽ ഒയ്ബി ഫലാ യുദ്ഹിറു അലാ ഒയ്ബിഹി അഹദാ എന്ന് പറയുന്ന 26ാമത്തെ ആയത്ത്. ഇല്ലാ മൻ ഇർതദാ മിർ റസൂൽ എന്ന് വരുന്ന 27ാമത്തെ ആയത്ത്. അവിടെ ഇവർ ചെയ്ത പണി എന്താണെന്നറിയോ? 26ാമത്തെ ആയത്തിന്റെ വഖഫങ്ങ് എടുത്തു മാറ്റുകയാ. എന്നിട്ട് അതിനോടുകൂടെ 27ാമത്തെ ആയത്ത് കൂട്ടിവെച്ചപ്പോ ഇല്ലാ മൻ ഇർതദാടെ അവിടെ വെച്ചുകൊണ്ട് ആയത്ത് മുറിച്ചിട്ട് അവിടെ 26 എന്ന നമ്പർ കൊടുത്തിട്ടുണ്ട്. എന്നാലോ ഖുർആൻ പറഞ്ഞതോ ഇല്ലാ മൻ ഇർതദാ മിർ റസൂൽ, അദൃശ്യകാര്യം അറിയുന്നവൻ അല്ലാഹു മാത്രമാണ്. അവൻ തൃപ്തിപ്പെടുന്ന മുർസലുകൾ ഒഴികെ. ഇല്ലാ മൻ ഇർതദാ മിർ റസൂൽ. അവിടെ മിർ റസൂൽ വന്നാൽ പുസ്തകത്തിന്റെ ഭാഗം പൊളിയും. അതുകൊണ്ട് തന്നെ അതിന് മുമ്പേ നിർത്തിവെച്ചു. ഇല്ലാ മൻ ഇർതദാ. പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, ആ ദൂതന്മാർക്ക് അല്ലാഹു ചില സന്ദർഭങ്ങളിൽ അറിയിച്ചു കൊടുക്കാറുണ്ട്. ആ അറിയിച്ചു കൊടുക്കുമ്പോ അവരുടെ മുന്നിലൂടെയും പിന്നിലൂടെയോ നാം ഇതാ പാറാവുകാരൻ സഹിക്കുന്നതാ. മിൻ ബൈനി യദൈഹി വമിൻ ഖൽഫിഹി റസദാ. പാറാവുകാരെ അഥവാ മലായികത്തുകള് അല്ലാഹു നിശ്ചയിക്കുമെന്ന് പറയുകയാണ്. മുർസലുകളെ സംബന്ധിച്ച് പരാമർശിച്ച ഭാഗമുണ്ടല്ലോ, ഔലിയാക്കൾ അദൃശ്യം പറഞ്ഞിട്ടുണ്ടെന്ന് പറയാ. പ്രിയമുള്ളവരെ, ഇങ്ങനെ ചെറിയ പിഞ്ചോമന മക്കളെ പോലും പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോ നിങ്ങൾ നോക്ക്, ഈ രീതിയിലൂടെ ശിർക്ക് ഇങ്ങനെ വ്യാപിച്ചുകൊണ്ടിരിക്കാം അല്ലേ? അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് പടച്ചോനോട് മാത്രം തേടുന്ന ഇസ്ലാമിന്റെ വീക്ഷണം അല്ലേ? അതാ നമുക്ക് വേണ്ട മാർഗം അതാണ് അല്ലേ? ഇനി നിങ്ങൾ ഒന്നുകൂടെ ആലോചിച്ചു. അപ്പോഴും നമ്മുടെ ഉസ്താദ്മാര് പറയാൻ തരാം, ഞങ്ങൾക്കൊന്നും ശിർക്ക് സംഭവിച്ചിട്ടില്ല, ഞങ്ങളുടെ മേലെ ശിർക്ക് ആരോപിക്കാൻ. ഞാൻ ഒരൊറ്റ കാര്യം പറഞ്ഞോട്ടെ, തൗഹീദ് എന്താ, ശിർക്ക് എന്താന്ന് ഇതേ പാഠപുസ്തകത്തിൽ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. ഈ ഒരൊറ്റ പോയിന്റ് കൊണ്ട് നിങ്ങൾ ചിന്തിക്കുക, സമസ്തക്കാർക്ക് ശിർക്ക് ഭവിക്കുന്നുണ്ടോ അല്ലേ? എന്നാൽ ഞങ്ങളെ മുശ്രിക്കീങ്ങൾ എന്ന സർട്ടിഫിക്കറ്റ് തന്നോടെ. അത് ഉമർ മൗലവി പണ്ട് പറഞ്ഞൊരു വാക്ക് എനിക്ക് ഓർമ്മ വരുന്നത്.
അല്ലേ? കാഫിറാന്ന് സമ്മതിക്കൂല എന്നാ മുസ്ലിമായി ജീവിക്കൂല, കാഫിറാന്ന് സമ്മതിക്കൂല മുസ്ലിമായി ജീവിക്കൂല എന്ന് ഉമർ മൗലവിയുടെ പ്രസംഗത്തിൽ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇതുപോലത്തെ ഒരു അവസ്ഥ. നമ്മൾ ആരെയും മുശ്രിക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കാനൊന്നല്ല പ്രസംഗിക്കുന്നത്, ഇന്നത് ശിർക്കാണ് അല്ലേ? സമസ്തക്കാരന്റെ പാഠപുസ്തകത്തിൽ പഠിപ്പിക്കുന്ന നോക്ക്, അല്ലാഹു തആല ദാത്തിലും സിഫാത്തിലും അഫ്ആലിലും ഒരുവനാണെന്ന് വിശ്വസിക്കുന്നതിനെ തൗഹീദ് എന്ന് പറയുന്നു. ഓക്കെ, ഇനി അടുത്ത പോയിന്റോ, എന്തിനാ ശിർക്ക് എന്ന് പറയാ? ദാത്തിലോ സിഫാത്തിലോ അഫ്ആലിലോ വല്ല വസ്തുവിനെയും അല്ലാഹുവിനോട് തുല്യമാക്കുന്നതിനെ ശിർക്ക് എന്ന് പറയുന്നു. എങ്ങനെ? ദാത്തിലോ സിഫാത്തിലോ അഫ്ആലിലോ വല്ല വസ്തുവിനെയും അല്ലാഹുക്ക് തുല്യമാക്കുന്നതിനെ. സമസ്ത തുല്യാക്കുന്നു എന്നല്ല, അല്ലാഹുവിനേക്കാളും ഓവറാക്കുന്നു എന്ന് വരെ ഞാൻ കാണിച്ചു തരാം. അല്ലാഹുക്ക് എത്ര നാമ? 99. മുഹ്യിദ്ദീനോ 99. അല്ലാഹുക്ക് 99, മുഹ്യിദ്ദീന് 99 നാമം. ശരി, ഇനി നോക്ക് നിങ്ങൾ, അല്ലാഹുവിനെ കുറിച്ച് വിശുദ്ധ ഖുർആനിൽ പറയാ, ഇന്നമാ അംറുഹു ഇദാ അറാദ ശൈഅൻ അയ്യഖൂല ലഹു കുൻ ഫയകൂൻ. അല്ലാഹുവെങ്ങാനും ഒരു വസ്തുവിനെ ഉണ്ടാക്കണമെന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അയ്യഖൂല ലഹു കുൻ ഫയകൂൻ, അതിനോട് ഉണ്ടാകൂ എന്ന് അല്ലാഹു പറഞ്ഞ ഫയകൂൻ, അപ്പോൾ അത് ഉണ്ടാവുകയാണ്. ഒരു വസ്തുവിനോട് ഉണ്ടാകൂ എന്ന് പറഞ്ഞാൽ അത് ഉണ്ടാകും. നോക്ക് നിങ്ങൾ, മുഹ്യിദ്ദീമാലെ പറയാണ് അല്ലേ, മുഹ്യിദ്ദീനെ കുറിച്ച് പറയുകയാണ്, എന്നോടേകല്ലോ ഡയവൻ തന്റേകൽ ആകുന്നു ഞാൻ ചൊൽകിൽ ആകും മാതെന്നോവർ. ഞാനൊരു വസ്തുവിനോട് ഉണ്ടാകും എന്ന് പറഞ്ഞാൽ ആ വസ്തു ഉണ്ടാകുമെന്നാണ്. അല്ലാഹുവിനെ പറ്റി പറഞ്ഞതോ ഇന്നമാ അംറുഹു ഇദാ അറാദ ശൈഅൻ അയ്യഖൂല ലഹു കുൻ ഫയകൂൻ. ഇപ്പൊ അല്ലാഹുവിനോട് തുല്യമാക്കിയില്ലേ? ഇനിയോ അല്ലാഹുവിനെയും കവച്ചു വെക്കുന്നത് കണ്ടോ? വേണ്ടിയിട്ടേ വല്ലോരോ വസ്തുവിനെ നോക്കൂകിൽ വേണ്ടിയാവണ്ണമ്മ ദീനെ ആക്കുന്നവർ. ഉണ്ടാകൂ എന്ന് പറയണ്ട, മനസ്സിൽ കരുതി എന്ന് നോക്കിയാലും മതി, അപ്പോഴേ ആ വസ്തു ഉണ്ടാവുകയാണ്. അപ്പൊ അല്ലാഹുവിനെക്കാളും കവച്ചു വെക്കാം അല്ലേ? ഇനി നിങ്ങൾ ആലോചിച്ച്, മഴ പെയ്യിപ്പിക്കുന്നത് ആരാ? പഠിച്ചു അല്ലേ? അള്ളാഹ്ക്ക് മാത്രം പ്രത്യേകമായ സിഫത്ത്, അള്ളാഹിന്റെ ഒരു അഫ്ആലാണ് മഴ പെയ്യിപ്പിക്കല്. ആണല്ലോ, ആണ് അല്ലേ? ഖുർആൻ ഒരുപാട് സ്ഥലങ്ങളിൽ പറഞ്ഞു മഴ പെയ്യിപ്പിക്കുന്ന. വയുർസിലിസ് സമാഅ മിദ്റാറ വഅൻസൽനാ മിനസ് സമാഇ മാഅ വനസ്സൽനാ മിനസ് സമാഇ മാഅ മുബാറക വഅൻസൽനാ മിനസ് സമാഇ മാഅൻ ബിഖദരിൻ ഫസ്കന്നാഹു ഫിൽ അർള് വഇന്നാ അലാ ദഹബിൻ ബിഹി ലഖാദിറൂൻ. 23 അധ്യായം 17-ാമത്തെ വചനം. അതുപോലെ 50-ാമത്തെയും സൂറത്ത് ഖാഫ് 8-ാമത്തെ വചനം, 12-ാമത്തെ ആയത്ത് സൂറത്ത് നൂഹ്. ഒരുപാട് സ്ഥലങ്ങളിൽ പഠിച്ചോൻ പറഞ്ഞു. എന്നാൽ കുത്തുബിയ്യത്തിലെ മുഹ്യിദ്ദീനെ കുറിച്ച് പറയാം. ഇനി ഞാൻ കൊടുത്ത അർത്ഥമൊന്നും വേണ്ട, പാറന്നൂർ പിപ്പി മൊയ്തീൻ കുട്ടി മുസ്ലിയാർ കുത്തുബിയ്യത്തിന്റെ വ്യാഖ്യാനം 11-ാമത്തെ പേജിൽ കൊടുത്ത അർത്ഥമാണ്. എന്താണെന്നറിയോ? യാ കുതുബ അഹ്ലിസ് സമാ വൽ അർളി ഔസഹുമാ യാ ഫൈല ഐനൈ വജൂദിഹി വഔസഹുമാ. ആകാശഭൂമികളുടെ കുത്തുബും ഔസുമായ മഹാനെ, ആകാശ ലോകത്തുള്ളവർക്കും ഭൂമി ലോകത്തുള്ളവർക്കും അരുവിയും മഴയും വെള്ളവും ഒഴുക്കുന്ന മഹാനെ, അരുവിയും മഴയും വെള്ളവും ഒഴുക്കുന്ന മഹാനെ. നോക്ക് പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പ്രത്യേകതയാണ്. 1-ാം ക്ലാസ് പഠിക്കുന്ന പൊന്നുമോനെ വിളിച്ചുകൊണ്ട് ചോദിച്ചോ, മോനെ ആരടാ മഴ പെയ്യിപ്പിക്കുന്നത് എന്ന് ചോദിച്ചാൽ അവൻ പറയില്ല അല്ലാ, ഇത് സുന്നിയോ മുജാഹിദോ തർക്കമുള്ള വിഷയമല്ല. എന്നാൽ ഇതാ നിങ്ങൾക്കറിയോ, കുത്തുബിയ്യത്ത് അർത്ഥമറിയാത്ത ഒരുവൻ പറയുന്നത് എന്താ? ആഘോഷ ലോകത്തുള്ളവർക്ക് ഭൂമി ലോകത്തുള്ളവർക്ക് അരുവിയും മഴയും വെള്ളവും ഒഴുക്കുന്ന മഹാനെ എന്ന് മഹാനായ മുഹ്യിദ്ദീൻ ശൈഖിനെ കുറിച്ച് പറയുമ്പോ അല്ലേ, നമ്മുടെ സമൂഹത്തിന് തേടി തേടി കാഴ്ചപ്പാട് പോലും അറിയില്ല. നമ്മുടെ ചങ്ങരകുളം സമ്മേളനത്തിന്റെ ദാവ പിന്നെ സ്കോഡ് പോയപ്പോ ഞാൻ പോയൊരു ഗ്രൂപ്പ് പോയത് നമ്മുടെ അയിലക്കാട് ഭാഗത്തേക്കാണ്. അപ്പൊ ഒരു വീട്ടിലിങ്ങനെ ചെന്നപ്പോ അവിടുത്തെ വല്യമ്മ പറഞ്ഞേ, നിങ്ങള് ബദരീങ്ങളെ തൊട്ട് കളിക്കേണ്ട വലിയൊരാളാണ്, ബദരീങ്ങളെ തൊട്ട് കളിക്കേണ്ട വലിയൊരാളാണ്. ആ സത്യത്തിൽ ആ വല്യമ്മക്ക് അതെന്താന്ന് പോലും മനസ്സിലായിട്ടില്ല. നമ്മുടെ ആളുകൾ അത്രത്തോളം അതിർപ്പതിപ്പിച്ചു പോയി. ആരാ ഇതിന് കാരണം അല്ലേ? അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ പറഞ്ഞ വിശദീകരണം വെച്ച് നോക്കിയാലും സമസ്തക്കാരന് പരാജയം ഉണ്ടായിട്ടുണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് വിഷയത്തില് അല്ലേ? അപ്പൊ അതുകൊണ്ട് ഖബറിൽ വെച്ച് അല്ലാഹുവാണ് എന്റെ റബ്ബെന്ന് പറയണോ? തൗഹീദിൽ ഒരു തകരാറുണ്ടാവാൻ പറ്റില്ല.
അല്ലേ? രണ്ടാമത്തെ വിഷയമോ നിന്റെ ദീൻ ഏതാണെന്ന് അവരോട് ചോദിക്കുമ്പോ വിശ്വാസി കൊടുക്കേണ്ട മറുപടി എന്താ? ദീനിയൽ ഇസ്ലാം, എന്റെ ദീൻ ഇസ്ലാമാണെന്ന് മറുപടി പറയണമെങ്കിലോ ദീനനുസരിച്ച് കൊണ്ട് ജീവിച്ചവനെ മാത്രമേ, ഇസ്ലാമിന്റെ മാനദണ്ഡങ്ങളെ പിൻപറ്റിയവർക്ക് മാത്രമേ ദീനിയൽ ഇസ്ലാം എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. അതല്ലാതെ ദീനിനെ വിറ്റവനോടോ ദീനിനെ കച്ചവടം ചെയ്തവനോട് അതിന്റെ ഷായിറുകളെ വിൽപ്പന നടത്തിയവർക്ക് ഇതാണ് എന്റെ ദീനം, ദീൻ ഇസ്ലാമിന്റെ ദീനാണെന്ന് മറുപടി പറയാൻ സാധ്യമല്ല. എന്റെ പ്രിയമുള്ളവരെ, ഇന്ന് ദീനെന്ന് പറയുന്നത് കച്ചവടത്തിലേക്ക് മാറ്റിയില്ലയോ? കച്ചവടത്തിലേക്ക് മാറ്റിയില്ലയോ? മരവെട്ടത്താണ് ഞാൻ സംസാരിക്കുന്നത് എന്ന് പൂർണ്ണമായ ബോധ്യത്തോടുകൂടെ നിങ്ങളോട് പറയട്ടെ. എന്താണ് ഈ നാടിന്റെ പ്രത്യേകത എന്നറിയോ? സംസം വെള്ളം പോലും ലേലം വിളിച്ച നാടാ. സംസം വെള്ളം പോലും ലേലം വിളിച്ച നാടാ. അറിയോ നിങ്ങൾക്ക്? സൗദി അറേബ്യയിൽ ചെന്നാൽ സൗദി ഗവൺമെന്റ് വെറുതെ തരുന്ന ലിറ്റർ കണക്കിന് വെള്ളമല്ലയോ ഇവിടെ കൊണ്ടുവന്ന് ലേലം ചെയ്യാ. അള്ളാന്റെ ദീനിനെ കച്ചവടം ചെയ്യാ. ആരാ നിങ്ങൾക്ക് അധികാരം തന്നതോ? ഈ ദീനിനെ മുഴുവനും കച്ചവടമാക്കി മാറ്റിയില്ലേ? ദീനെ മുഴുവനും കച്ചവടമാക്കി മാറ്റിയില്ലയോ? എല്ലാം കച്ചവടം. ഏറ്റവും രസകരമായ വസ്തുത ഒക്കെ ലേലം ചെയ്യുക. സംസം വെള്ളം കൊണ്ടുവന്നിട്ട് വിലക്ക് വെക്കുക, അല്ലേ? ഏറ്റവും കൂടിയ വില. ഇനി ഈ ലേലം ചെയ്യുന്നതിൽ ഏറ്റവും വലിയ തട്ടിപ്പെന്ന് അറിയോ? 313 കച്ചവടം ചെയ്യും ബദരീങ്ങളുടെ നമ്പർ, 786 കച്ചവടം ചെയ്യും വിസ്മയുടെ നമ്പർ, 6666 തേം വെക്കും ഖുർആനിലെ ആയത്തിന്റെ നമ്പർ, അല്ലേ? അങ്ങനെ ഒരു നമ്പർ ഉണ്ടോ ഖുർആനിൽ? ഉണ്ടോ? ഉണ്ടോ? ഞാനിപ്പോ കഴിഞ്ഞ 13-ാം തീയതി ഞങ്ങളുടെ നാട്ടിലിരുന്ന പ്രശ്നം, അവിടുത്തെ ഖത്തീബ് 2 പേരൊക്കെ വളർത്തുന്ന പൊട്ടിച്ചു കൊണ്ടുവന്നത് 786 കച്ചവടം ചെയ്തു. 6666 തേനും കച്ചവടം ചെയ്ത നാടുകളുണ്ട്. നമ്മളത് പറഞ്ഞു. അതിനെക്കുറിച്ച് ആരും എല്ലാവരും പറയാ പറഞ്ഞത് ശരിയല്ലേ, അത് പറയേണ്ട വിഷയം തന്നെ. ഈ നിലക്കൊക്കെ ചൂഷണം ചെയ്യാൻ പറ്റുമോ? സമുദായത്തിന് പ്രിയമുള്ളവരെ, ഖുർആൻ എടുത്തിട്ടുണ്ട് ഫാത്തിഹ മുതൽ നാസ് വരെ. 6666 6200 ചില്ലറായത്തെ ഖുർആനിലുള്ളൂ. അപ്പൊ അതിന്റെ മേലെ പോലും കച്ചവടം. ഇത് ലേലം ചെയ്യാം. ഈ കോഴിമുട്ട 5, 10, 100, 150, 200, 250, 300 സാസിന്റെ മൂലക്കുന്ന ആരെങ്കിലും 313 വിളിച്ചാ ഉടനെ ഇലാഹി സല്ലിമില്ലും മിനൽ ആഫാതി വന്നിഖ്മാ വമിൻ ഹമ്മി വമിന്നും ബിഅഹ്ലിൽ ബദീരി യാ അല്ലാഹ്. ബദരീങ്ങളുടെ നമ്പറാണ് ഇത്. വിളിച്ചെടുത്ത സഹോദരന് നീ ശിഫ നൽകണേ അല്ലാഹ്. അല്ലേ? ഈ പാവപ്പെട്ട സാധുവിന് 313 രൂപയ്ക്ക് എത്ര കോഴിമുട്ട കിട്ടിയത്? ഒരെണ്ണം. വീട്ടിലോ 5-6 ആൾക്കാരും. അപ്പൊ എന്ത് വേണം? കടയിൽ നിന്ന് ഒരു 5-6 കൂടെ വിലക്ക് വാങ്ങി ബറക്കത്ത് ചോരാതെ മിക്സ് ചെയ്തിട്ട് വേണം അത് പൊട്ടിച്ചു കൊടുക്കാൻ, അല്ലേ? പാവപ്പെട്ടവന്റെ ആശയങ്ങളെ കീശയിലിട്ട് ചൂഷണം ചെയ്യുന്ന ഈ പൗരോഹിത്യത്തിന്റെ ചതിക്കുഴികളെ കണ്ടില്ല എന്നടിക്കാൻ നമുക്ക് പറ്റുമോ? അല്ലേ? ഇങ്ങനെ കച്ചവടം ചെയ്യാ. ഞാനിതൊന്നും പറയുന്ന വെറുതെ അല്ല. ഈ പിന്നെ ചാവക്കാട് പള്ളിയിലെ ഖത്തീബുണ്ട്, എപ്പിക്കാരുടെ പള്ളിയിലെ സിക്കന്ദർ ബാദുഷാ സഖാഫി. അദ്ദേഹം റമദാനിൽ പ്രസംഗിക്കാൻ ഒരു ട്രേ നിറയെ കോഴിമുട്ടുണ്ട്. അദ്ദേഹം അവിടെ ഇരിക്കുന്ന എല്ലാവരുടെ കയ്യിൽ ഓരോന്ന് കൊടുക്കാൻ പറഞ്ഞു, അല്ലേ? നിങ്ങളൊക്കെ കൂലിപ്പണിക്കാരൻ, സാധാരണക്കാരൻ എല്ലാവരും ഉണ്ട്, അല്ലേ? 6 കൊല്ലം മുമ്പ് ഈ സംഭവം, അല്ലേ? നിങ്ങൾ നോക്ക്, ഈ കോഴിമുട്ടൊക്കെ കൊടുത്തിട്ട് ഇദ്ദേഹം പറയാ, വിശുദ്ധ റമദാനൊക്കെ അല്ലേ, വില ഞാൻ തന്നെ നിശ്ചയിക്കാം 313 രൂപ. അത് പിടിച്ചു എന്റെ മനസ്സ് അപ്പ പൊട്ടി, അല്ലേ? കാരണം എന്തേ? ഒന്ന് ആലോചിച്ച് നോക്കിയ നിങ്ങൾ. ഇനി സമസ്തക്കാരന്റെ ഭാഷയില് ബദരീങ്ങൾ എത്ര പേരാ? 313 പ്ലസ് അവരുടെ നേതാവായ റസൂല്. അപ്പൊ റസൂലിനെ ഒഴിവാക്കിയോ? അല്ലേ? ഇനി ഇതിങ്ങനെയുള്ള കച്ചവടം, ഇത് ഒരുപാട് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ നിങ്ങളോട് പറയാ. ഇതിങ്ങനെ ഞാൻ കുറച്ചൊക്കെ ഇതിന്റെ പിന്നാലെന്നുകൊണ്ട് പറയാൻ. ഇത് ലേലം സെയിൽ ഇപ്പൊ സാധാരണ കഥാപ്രസംഗമൊക്കെ ഉണ്ടെങ്കിൽ ഉസ്താദിന്റെ ഡ്യൂട്ടി തേന്, ഈത്തപ്പഴം, അങ്ങനെ മെയിൻ സാധനം. കാരണം അത് 20,000 വലിയ വിലക്ക് വിളിച്ചു പോകും. സാധാരണ കൊട്ടത്തേങ്ങ, ആപ്പിള്, ഓറഞ്ച്, ഈ വക സംഭവങ്ങൾ, പറമ്പത് പൊട്ടിച്ച ഈ സംഭവങ്ങളൊക്കെ പേരൊക്കെ കൊടുന്ന് വെച്ചാൽ അത് പിന്നണി ഗായകനാണ് ലേലം ചെയ്യേണ്ടത്. അപ്പൊ ഇങ്ങനെ വിളിക്കും, അല്ല? ഇപ്പൊ കമ്മീസൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഒന്നിങ്ങനെ വീശി കാണിച്ചിട്ട് ഇങ്ങനെ വിളിക്കുമ്പോ സ്ത്രീകളുടെ ഭാഗത്ത് ഒരാൾ നിൽക്കുക, അല്ലേ? അങ്ങനെയൊക്കെ പറയും. ഇതൊക്കെ നിന്നിട്ട് ആൾക്ക് നിർത്തിയിട്ട് ഇങ്ങനെ വിളിക്കാം. അപ്പോ അതിനോരോ ജംഗ്ഷൻ നിശ്ചയിച്ചു കൊടുക്കുക. അപ്പോ 100 വിളിച്ചാൽ എന്തെങ്കിലും ഒരു സ്വലാത്ത് എല്ലിയിട്ട് സല്ലല്ലാഹു അലാ മുഹമ്മദ് 100 വിളിച്ച സഹോദരിക്ക് ബർക്കത്ത് ചെയ്യണേ. അപ്പൊ അടുത്ത ആള് 110 രൂപ, 150, 200, അങ്ങനെ ഒരു ജംഗ്ഷൻ 250 ജംഗ്ഷനെത്തി ഇങ്ങനെ കമ്മീസ് ആണെങ്കിൽ കാണിച്ചിട്ട് സുന്ദരിയാം ബീവി സുലൈഖ മിസ്ർ ബരി
ഭരിക്കും മുബരാജന്റെ സുന്ദരമാം കൊട്ടാരത്തില് സുഖിച്ച് വസിച്ചിടുന്ന 250 രൂപ. പിന്നെ അടുത്ത ജംഗ്ഷൻ 500. അപ്പൊ ഈ നിലക്കുള്ള ഇങ്ങനെ കച്ചവടം ചെയ്ത് ചൂഷണം ചെയ്യുന്ന അവസ്ഥ അല്ലെ അള്ളാഹിന്റെ ദീനിനെ കച്ചവടം ചെയ്യാം. നോക്ക് നിങ്ങൾ, അള്ളാഹുവിന്റെ മതമെന്ന് പറയുന്നത് എല്ലാ നിലക്കും അതിനെ കച്ചവടം ചെയ്തു പോകുമ്പോ മാത്രമല്ല, നിങ്ങൾക്കറിയുമോ അള്ളാഹിന്റെ ഹബീബിന്റെ മുടി പോലും കച്ചവടം ചെയ്ത് നമ്മൾ കണ്ടില്ലയോ? റസൂലുള്ളാഹിന്റെ മുടിയുടെ പേര് പറഞ്ഞുകൊണ്ട് ഒരു മുടി ചോദിച്ചാലുടനടി ഒരു പിടിമുടി നൽകിയിടും ജാലിയ വാല എന്നൊരു ബോംബെക്കാരന് കണ്ടതിവർക്കൊരു വിനയായി. അല്ലേ, ബോംബെയിലുള്ള ജാലിയൻ വാല എടുത്തു പോയി കിട്ടി ഒരു പിടി മുടി കൊണ്ടുവന്ന് കച്ചവടം അല്ലേ? ആ കച്ചവടം കൊണ്ടല്ല എന്റെ ഹബീബിന്റെ മുടിയുടെ പേര് പറഞ്ഞുകൊണ്ട് 45 കോടിയല്ലേ സ്വന്തം മകന്റെ അക്കൗണ്ടിലൂടെ നിറച്ചപ്പോ, കാന്തപുരം നിറച്ചപ്പോ അന്നും വിവരമില്ലാത്ത കൗമ വിളിച്ചു പറഞ്ഞില്ലയോ അല്ലാഹു അക്ബർ എന്ന്? കാരണം ഈ കൗമിന്റെ പ്രത്യേകത ഇതാ അല്ലേ, തക്ബീർ തൊഴിലാളി യൂണിയനാണ്. കാന്തപുരം 50,000 കട്ടു, അല്ലാഹു അക്ബർ. കാരണം എന്ത് പറഞ്ഞാലും അല്ലാഹു അക്ബർ. കുട്ടികളെ കയ്യിലെ ബൊമ്മക്കുട്ടി പോലെ ഞെക്കി അങ്ങനെ പി എന്നല്ലാണ്ട് വേറൊന്നും പറയില്ല. ഈ ഒരു അവസ്ഥയിലാണ് അല്ലാഹു അക്ബർ അല്ലേ. നിങ്ങൾ ആലോചിച്ചൊക്കെ മുടിയുടെ കച്ചവടം നടന്നു അല്ലേ? ഇവിടെ ഞാനിതൊന്നും വെറുതെ പറയില്ല, റസൂലിന്റെ മുടിയാണോ അല്ല, കാരണം ഇത്ര വലിയ മുടി. അപ്പൊ നമ്മൾ ചോദിച്ചു എവിടുന്നത്? അത് വളരും തോറും പിളരുന്ന മുടിയാ. അപ്പൊ നമ്മൾ ചോദിച്ചു എങ്ങനെ വളരാ? അപ്പൊ പറഞ്ഞു 1.8 2.7 സെന്റിമീറ്റർ പ്രതിവർഷം വളരും. അപ്പൊ നമ്മൾ ചോദിച്ചു 1400 കൊല്ലം കൊണ്ടുവന്നിട്ട് 72 സെന്റിമീറ്റർ വന്നുള്ളൂ, ഒരു 32 മീറ്റർ എങ്കിലും വേണ്ടേ അല്ലേ? അപ്പൊ ഈ മുടി കൊണ്ടുവന്നിട്ട് ആദ്യത്തെ കച്ചവടം കെങ്കേമാക്കി അല്ലേ? ചായ കാപ്പി എന്ന് പറഞ്ഞ പോലെ മുടി ജ്യൂസ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇറങ്ങി നടക്കായിരുന്നു. 2011 ബിസിനസ് മാൻ ഓഫ് ദി ഇയർ അവാർഡ് കൊടുക്കുകയാണെങ്കിൽ ശ്രീമാൻ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർക്ക് എന്നെ കൊടുക്കണം. കാരണം മറ്റുള്ളവരൊക്കെ വലിയ കച്ചവട സാമ്രാജ്യങ്ങളിൽ നിന്ന് നമ്മുടെ യൂസഫലിയൊക്കെ സമ്പാദിക്കുന്നെങ്കിൽ ഒരു മുടിത്തുണ്ടുകൊണ്ട് 45 കോടി സമ്പാദിക്കാൻ ആർക്കും പറ്റിയിട്ടില്ല. നോക്ക് നിങ്ങൾ, ആ കച്ചവടം വേറെ അല്ലേ? എന്നിട്ട് ഇവിടെ ഇപ്പൊ നിങ്ങൾ മുഹിയുദ്ദീൻ മാലി, റിഫായി മാലൊക്കെ കേട്ടിട്ടുണ്ടാവും. പുതിയ മാല വേറുണ്ട്, കാന്തപുരം മാല. അത് നിർമ്മിച്ചത് ഇക്ക സുന്നിക്കാര. കുപ്പിയകത്തുള്ള വ്യാജമോടിക്കായി 40 കോടിക്ക് പള്ളി പണിയുന്നോർ കാന്തപുരത്തുള്ള എ പി മുസ്ലിയാര് പള്ള വീർപ്പിക്കാനായി ദീനിനെ വിറ്റോവർ അല്ലേ? ഇത് പുതിയൊരു മാലയാണെങ്കിൽ, യൂട്യൂബിൽ സുലഭമാണെങ്കിൽ, എന്റെ പ്രിയമുള്ളവരെ ഇത് പറയുന്ന ഈക്കാരും ശുദ്ധരല്ല. വർഷങ്ങൾക്ക് മുമ്പ് റഹ്മത്തുള്ളാഹി കാസിമി മുത്തേടമുണ്ടല്ലോ, അതാ ഇതിന് മുമ്പ് കൊണ്ടുവന്ന മുടിയെ കുറിച്ച് പറയുകയാണ്. അത് കാന്തപുരത്തിന്റെ മുടിയാ, അത് മുക്കി വെള്ളം കുടിച്ചവർക്ക് മുഴുവനും മരിവാൾ രോഗമാണെന്ന് പറഞ്ഞിട്ട് കള്ളിപ്പൂച്ച പാല് കുടിക്കുന്ന പോലെ കണ്ണടച്ചോണ്ട് പറയാ, ഒറിജിനൽ മുടിമുക്കിയ വെള്ളം 2 കുപ്പി ഞങ്ങളുടെ കയ്യിലുണ്ട്, ഒരു കുപ്പിക്ക് 25,000 തന്നാൽ തരാ. ഇതിനാണ് ശുദ്ധമായ കച്ചവടം എന്ന് പറയുന്നത്. അള്ളാന്റെ മതത്തിന് കച്ചവടം ചെയ്തപ്പോ പ്രിയമുള്ളവരെ, ഖബറിന്റെ പേരിൽ കച്ചവടമാണ്, സത്യം ചെയ്യുന്നതിന്റെ പേരിൽ കച്ചവടമാണ്. ഒരാളെ മരിച്ചാല് കച്ചവടത്തിന്റെ മേലെ കച്ചവടമാ. യതീമായ മക്കളെ പരിപാലിക്കുന്നതിന് പകരം അവരുടെ ചോര നീരൂറ്റി കുടിക്കുന്ന ഈ വഞ്ചകവർഗമുണ്ടല്ലോ, അവരെ തിരിച്ചറിഞ്ഞോ? ഏത് മതത്തെയാണ് കച്ചവടം ചെയ്യുന്നത് എന്നറിയോ? എത്ര തവണ ഖുർആൻ പറഞ്ഞു എന്നറിയോ? വലാ തശ്തറൂ ബിആയാതി സമനൻ ഖലീലാ, നിസ്സാരമായ വിലക്ക് വേണ്ടി എന്റെ ആയത്തുകളെ നിങ്ങൾ കച്ചവടം ചെയ്യില്ല, അള്ളാന്റെ മതത്തിന് കച്ചവടം ചെയ്യില്ല എന്ന് പറഞ്ഞപ്പോ എന്റെ പ്രിയമുള്ളവരെ, ത്യാഗം അനുഭവിച്ചു പഠിപ്പിച്ച മതമുണ്ടല്ലോ, ശഅബ് അബൂ താലിബ് താഴ്വരയിൽ മൃഗങ്ങളെ പോലെ അള്ളാന്റെ പ്രവാചകന്റെ സഹാബത്തിന് അവര് ഉപരോധിച്ചു. എന്തിനാ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞതിന്റെ പേരിലാണെങ്കിലോ അറിയോ നിങ്ങൾക്ക്? സഹാബത്ത് പറയാണ്, പച്ച
തന്ന ആടുകളെ പോലെ കാഷ്ടിക്കേണ്ട അവസ്ഥയുണ്ടായപ്പോ അവിടുന്ന് സഹാബത്ത് പറഞ്ഞില്ലയോ, വിശപ്പിന്റെ കാഠിന്യം സഹിക്കാൻ കഴിയാതെ വന്നപ്പോ ഒട്ടകത്തിന്റെ കടിഞ്ഞാണ് കിട്ടിയിരുന്നെങ്കിലോ അതെങ്കിലും വന്ന് വെള്ളത്തിലിട്ട് കുതിർത്തുകൊണ്ട് ഭക്ഷണം കഴിക്കാമായിരുന്നു എന്ന് പോലും സഹാബത്ത് ഉദ്ധരിക്കുമ്പോ നമ്മുടെ ഉമ്മയായ ആയിഷത്ത് സിദ്ദീഖ റളിയല്ലാഹു അൻഹ അവിടുന്ന് പറഞ്ഞ വാക്കെന്താണെന്നറിയോ? റസൂലുള്ളാഹിന്റെ കൂടെ ജീവിക്കുന്ന കാലഘട്ടത്തിലോ ഇരുട്ടത്തെ തപ്പി നടക്കുന്ന അവസ്ഥ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോ അവിടുന്ന് സഹാബാക്കൾ ചോദിച്ചില്ല, ഉമ്മ ഒരു വിളക്കെങ്കിലും നിങ്ങൾക്ക് വേണ്ടി കത്തിച്ചു വെക്കാമായിരുന്നില്ലേ എന്ന് പറഞ്ഞപ്പോ ആ വിളക്ക് കത്തിക്കാനുള്ള എണ്ണ ഉണ്ടായിരുന്നെങ്കിലോ അതെങ്കിലും കുടിച്ചുകൊണ്ട് ഞങ്ങളുടെ വിശപ്പ് ഞങ്ങൾ മാറ്റുമായിരുന്നല്ലോ എന്ന് മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുമ്പോ എന്റെ പ്രിയമുള്ളവരെ, ലോകത്തിന്റെ മുത്ത് നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്തോട് വിട പറയുന്നത് അറിയോ നിങ്ങൾക്ക്? റബീഉൽ അവ്വലിന്റെ ആദ്യ ദിനങ്ങളിലാണ് ഇവിടെയുള്ള മുസ്ലിയാക്കന്മാർ വയറുനിറ ഭക്ഷണം കഴിച്ചുകൊണ്ട് ഏമ്പക്കമിട്ടുകൊണ്ട് ദീനിന് കച്ചവടം കൊണ്ട് ചെയ്തുകൊണ്ട് നടക്കുന്ന റബീഉൽ അവ്വലിന്റെ മാസമില്ലേ, ലീവെടുക്കാതെ നാട്ടിലെ മഹല്ലിലെ വീടുകൾ മുഴുവനോ കയറിറങ്ങി പണം പിരിക്കുന്ന മാസമില്ലേ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്തോട് വിട പറയുന്ന ദിവസമാണെങ്കിൽ റസൂലുള്ളാഹിന്റെ വീട്ടിൽ കഴിക്കാ ഒരു ഗോതമ്പിന്റെ മണിയുടെ ഭക്ഷണം പോലുമില്ല. അല്ലാഹുവിന്റെ ഹബീബിനെ ഇഷ്ടപ്പെട്ടു പോയപ്പോഴെങ്കിൽ അങ്ങ് ചൂതന്റെ കയ്യിൽ പണയപ്പെടുത്തി കിട്ടിയ ഗോതമ്പ അല്ലാഹുവിന്റെ ഹബീബ് ഈ ലോകത്തോട് വിട പറയുമ്പോ അവിടുത്തെ കുടൽമാലയിലുണ്ടായിരുന്നത് എന്ന് രേഖപ്പെടുത്തുമ്പോ അതാണ് അല്ലാഹുവിന്റെ പ്രവാചകന്റെ ജീവിതമെങ്കിൽ ആ ദീനിനെ കച്ചവടം ചെയ്യുന്നവനെ പറയാൻ പറ്റുമോ ദീനി അൽ ഇസ്ലാം, എന്റെ ദീൻ ഇസ്ലാമാണെന്ന്? അല്ലേ, എന്റെ ദീന് റൂബിയാണ്, എന്റെ ദീന് ഫുലൂസാണെന്ന് വേണേ പറയാം. കാരണം അതിനു വേണ്ടിയിട്ടാ ജീവിച്ചത്, അല്ലേ? ഗാന്ധി തലക്ക് വേണ്ടിയിട്ടാ അമൽ ചെയ്തത്. ഇനി നിങ്ങൾ നോക്ക്, മൂന്നാമത്തെ ചോദ്യം എന്താ? നമ്മളൊക്കെ ചിന്തിക്കേണ്ട വിഷയ, നിന്റെ അമൽ എന്താണെന്ന് ചോദിക്കുമ്പോ വിശ്വാസി കൊടുക്കുന്ന മറുപടി എന്താ? ഖറഅതു കിതാബല്ലാഹ് ഫആമൻതു ബിഹി വതസദ്ദഖതു. അല്ലാഹുവിന്റെ ഗ്രന്ഥം ഞാൻ വായിച്ചു വിശ്വസിച്ചു സത്യപ്പെടുത്തി. അല്ലാഹുവിന്റെ ഗ്രന്ഥം ഞാൻ വായിച്ചു വിശ്വസിച്ച് സത്യപ്പെടുത്തി അല്ലേ? അല്ലാഹുവിന്റെ ഗ്രന്ഥം വിശുദ്ധ ഖുർആൻ. അത് വായിക്കാൻ, അത് പറയണമെങ്കിൽ ജീവിതത്തിൽ ഇന്നേവരെ ഒരാവർത്തിയെങ്കിലും എല്ലാവരോടായിട്ട് പറയാ, ഫാത്തിഹ മുതൽ നാസ് വരെ ഒരാവർത്തിയെങ്കിലും നമ്മൾ വായിച്ചു നോക്കിയിട്ടുണ്ടോ? ഉണ്ടോ പ്രിയമുള്ളവരെ? ഇല്ലല്ലോ, ഇല്ലല്ലോ. ഒരാവർത്തി പോലും നമ്മൾ വായിച്ചിട്ടില്ല. ഖുർആനിൽ എത്ര ആയത്തുണ്ടെന്ന് അറിഞ്ഞുകൂടാ. അതുകൊണ്ടാണല്ലോ 6666 കച്ചവടം ചെയ്തത്, അല്ലേ? അതുപോലും നമുക്ക് അറിഞ്ഞുകൂടാ. 1000 ആയത്തെങ്കിലും നമ്മൾ പഠിച്ചിട്ടുണ്ടോ? ഇല്ല. ഇനി നമ്മുടെ സമൂഹത്തിന്റെ അവസ്ഥ എന്താ? ഖുർആനിൽ എത്ര പഠിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചാൽ നമ്മൾ പറയാ ഒന്ന് അറിഞ്ഞുകൂടാ. അവസാനത്തെ കുറച്ച് സൂറത്ത് അറിയാം, യാസീൻ കേട്ട് പഠിച്ചിട്ടുണ്ട്, എന്നാ മാലമൗലിദിന്റെ പരിജ്ഞാനോ അത് മങ്കൂസ് മൗലവി ഷറഫിനെ ഞാൻ പ്രസന്റ് ചെയ്യാത്ത റാത്തീബ് കുത്തുബിയത്ത് മുഹ്യിദ്ദീൻമാല റിഫായി മാല നൂലാമാല മുഴുവനും പഠിച്ചിട്ടുണ്ട്. അള്ളാന്റെ ഖുർആനോ വായിച്ചു നോക്കിയിട്ടില്ല, പഠിച്ചിട്ടില്ല. ഒരു ദിവസം 2 ആയത്ത് പഠിച്ചിരുന്നെങ്കിൽ 10 കൊല്ലം കൊണ്ട് 7300 ആയത്ത് നമുക്ക് പഠിക്കാനുള്ള സമയം പഠിച്ചു തന്നിട്ടില്ലേ? ഇല്ലേ? ഇല്ലേ? ഉണ്ട്. 200 കോടി ഗ്രന്ഥങ്ങളെ സൂക്ഷിക്കാനുള്ള മെമ്മറി കപ്പാസിറ്റി നമ്മുടെ തലച്ചോറിൽ അല്ലാഹു സംവിധാനിച്ചിട്ടില്ലേ? ഉണ്ട്. എന്നിട്ട് പോലും ആ ഖുർആൻ പഠിച്ചോ? ഇല്ല, ഇല്ല. അത് പഠിപ്പിക്കാൻ തയ്യാറായോ? ഇല്ല. ഇപ്പൊ നിങ്ങൾ നോക്ക്, നമ്മുടെ നാട്ടിലെ സിലബസ്, മദ്രസ സിലബസ്, ഞാൻ EK സിലബസിലെ പിന്നെ 10ാം ക്ലാസ് വരെ ആണ് പഠിച്ചത്. ഞാൻ ആദ്യമായിട്ട് ഖുർആൻ പഠിച്ചെന്നറിയോ? 10ാം ക്ലാസ്സിലാണ്. അത് ഏത് പിന്നെ അഅല മുതൽ നാസ് വരെയാണ് തഫ്സീർ എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകമുണ്ട്. അത് ഇത്രയില്ലേ, ഇതിന്റെ പകുതിയേ ഉള്ളൂ ആ പുസ്തകം. അഅല മുതൽ നാസ് വരെയുള്ള സൂറത്തിന്റെ തഫ്സീർ എന്ന് പറഞ്ഞിട്ട് ഒരു പുസ്തകമുണ്ട്. അത് അതേപടി ഇങ്ങനെ കാണാതെ പഠിച്ചാൽ ഇങ്ങനെ ആയത്ത് അതിന്റെ അർത്ഥം അറബി തന്നെ പഠിക്കാം. അത് പഠിച്ചിട്ട് അത് പരീക്ഷയ്ക്ക് എഴുതാന്നല്ലാതെ ഇതിനിടയിൽ ഒരു കുട്ടീനെ ഖുർആൻ പഠിപ്പിക്കുന്ന ഒരു രംഗം ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് 3ാം ക്ലാസ്സിൽ ഫാത്തിഹയ്ക്ക് അർത്ഥം പഠിപ്പിക്കാൻ തുടങ്ങി, അല്ലേ? കാരണം അത് ഖുർആൻ പഠിപ്പിച്ച സമുദായത്തിൽ പ്രശ്നമാണ്. അതുകൊണ്ടാണ് EK അസം മുസ്ലിയാരെ തഹ്ദീറുൽ ഇഖ്വാമിൻ തർജമത്തുൽ ഖുർആൻ എന്ന് പറയുന്ന പുസ്തകത്തിന്റെ 16ാമത്തെ പേജിൽ ഖുർആനും പൊതുജനങ്ങളുമായുള്ള ബന്ധവും എന്ന ടൈറ്റിൽ എഴുതി വെച്ചു, ഖുർആനിൽ നിന്ന് ഒരായത്തിന്റെ പോലും അർത്ഥം പഠിക്കൽ പൊതുജനങ്ങൾക്ക് നിർബന്ധമില്ല. ഓതൽ നിർബന്ധമായത് ഫാത്തിഹ മാത്രമാണ്. അതും അർത്ഥം പഠിക്കൽ നിർബന്ധമില്ല, പ്രത്യേകം പുണ്യമില്ല. പിന്നെ ഖുർആൻ കണ്ട് പള്ളിയിലെ മുസ്ലിയാരെ കൊണ്ടുവന്ന് ആദ്യം മുതൽ അവസാനം വരെ ഓദിപ്പിക്കുക, കുപ്പിയിലാക്കി വീടിന്റെ 4 മൂല കുഴിപ്പിച്ചിട്ട്
വിട്ടാലേ ഞങ്ങൾക്ക് ഖുർആനോടുള്ള ബാധ്യത വേടി അല്ലേ? നിങ്ങൾ ആലോചിച്ചൊക്കെ ഈ നിലക്കുള്ള ഒരു അവസ്ഥയിലാണ് നമ്മുടെ സമൂഹം ഉള്ളത് അല്ലേ? ആ പ്രമാണങ്ങളെ ഉൾക്കൊള്ളാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. ഇനി ഖുർആനിലാവട്ടെ ഹദീസിലാവട്ടെ ഒരു വിഷയം വന്നാ അതിനെ അംഗീകരിക്കാനും നമ്മുടെ സമുദായം തയ്യാറല്ല, അതിനെ അംഗീകരിക്കാനും നമ്മൾ തയ്യാറല്ല. കാരണം എന്താണെന്നറിയോ? പുതിയൊരു വാദം കൊണ്ടുവരോ, ഞങ്ങള് മദ്ഹബിന്റെ ആളുകളാണ്, അതുകൊണ്ട് ഹദീസ് ഞങ്ങൾക്ക് പ്രശ്നമല്ല. നിങ്ങൾ ആലോചിച്ചോക്കെ, ഇപ്പൊ നിങ്ങൾ നമ്മുടെ നാട്ടിലൊക്കെ ഹനഫി മദ്ഹബുകാരുണ്ട്, അവര് ഫാത്തി ഓതിയ സൈലന്റാ. നമ്മൾ പോയി പിന്നെ ഫാത്തി കഴിഞ്ഞ് ആമീൻ പറയില്ല. നമ്മൾ പോയിട്ട് ആമീൻ പറഞ്ഞാലോ കണ്ണു തുറപ്പിച്ചിങ്ങനെ നോക്കും നമ്മളെ. എല്ലാരും കൂടെ ആമീൻ പറഞ്ഞാൽ പിന്നെ പള്ളിയിൽ ബോർഡ് വരും, സെക്രട്ടറിയുടെ അനുവാദം ഇല്ലാതെ ആമീൻ പറയാൻ പാടില്ല അല്ലേ? അങ്ങനെ ബോർഡ് വരും. നിങ്ങൾ ആലോചിച്ചോക്കെ ഈ നിലക്ക് എന്തേ പ്രശ്നം? ഹദീസ് കാണായിട്ട് അല്ല, ഞങ്ങളുടെ മദ്ഹബിൽ ഇല്ല എന്ന് പറയാ അല്ലേ? ഇതുപോലെ മാലിക്കി മദ്ഹബിൽ കൈയിട്ടൂല, എന്തേ കൈ കെട്ടാഞ്ഞത്? ഞങ്ങളുടെ മദ്ഹബിലില്ല. എന്നാൽ മാലിക്കി ഇമാം ക്രോഡീകരിച്ച അൽ മുവത്തയിൽ 3 ഹദീസാണ് കൈ കെട്ടുന്നതിന്റെ പ്രാധാന്യം വിശദീകരിച്ചത്. എന്നാലും കിട്ടൂല. മാലിക്കി ഇമാം കിട്ടിയില്ല എന്ന് പറയാം. അതിനൊരു കാരണമുണ്ട്. ഭരണകൂടത്തിനെതിരെ ഫത്വ കൊടുത്തപ്പോ അദ്ദേഹത്തിന്റെ 2 കൈപ്പലയും പറിച്ച് താഴിട്ടു, കൈ അനങ്ങുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കൈ കെട്ടാൻ സാധ്യല്ലല്ലോ, ഇല്ലല്ലോ. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വസ്അഹാ, അദ്ദേഹത്തിന് കഴിയില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ കൈ താഴിട്ടുന്ന കൈ കെട്ടണം എന്നല്ല അദ്ദേഹത്തിന്റെ ഹദീസിൽ പോലും പറഞ്ഞിട്ടുള്ള ഗ്രന്ഥങ്ങളിൽ. എന്നാലും കിട്ടൂല. നമ്മുടെ ഇങ്ങനെ പല വിഷയങ്ങളും, ഇപ്പൊ ഷാഫി മദ്ഹബുകാരായ ആളുകളാണെങ്കിലും പല വിഷയങ്ങളും, എനിക്ക് ഹാസ്യം തോന്നിയൊരു വിഷയം എന്താ അറിയോ? വീട്ടിലെ മഗ്‌രിബ് കഴിഞ്ഞ് ഭർത്താവിന് എങ്ങാനും ചായ കൊടുക്കണമെങ്കിൽ പട്ടിക്കുട്ടിക്ക് ഭക്ഷണം വെച്ചു കൊടുക്കുന്ന പോലെ അല്ല, ഇങ്ങനെ തൊടുവോ എന്നുള്ള പേടിയുണ്ട്. കാരണം തൊട്ട ഏതോ കൂരി പിന്നെ ഒതുക്കണം, അങ്ങനത്തെ ഒരു അവസ്ഥയിൽ. എന്നിട്ട് മസല പോകുന്ന ചർച്ചയൊക്കെ തൊലി തൊട്ട ഒതും പറയും, ഭാര്യനെ തൊട്ട ഒതും പറയും. നമ്മൾ പറഞ്ഞ ആയിഷ ബീവിനെ റസൂലുള്ളാഹി ചുംബിച്ചില്ലേ അല്ലേ? ആദ്യം പറഞ്ഞു റസൂലുള്ളാഹി നിസ്കരിക്കുമ്പോൾ അവിടെ ആയിഷ ബീവി കിടക്കാറുണ്ടായിരുന്നു. അല്ലാന്റെ റസൂൽ സുജൂദിൽ പോകുമ്പോ കാല് തട്ടി മാറ്റാറുണ്ട്, അല്ലെങ്കിൽ നുള്ളാറുണ്ട് എന്ന് പറഞ്ഞപ്പോ പറഞ്ഞു അത് പിന്നെ പരിപൂർണമായി മറച്ചിട്ടല്ലേ, മറണ്ടായിരുന്നു. എങ്ങനെ അല്ലേ? പർദ്ദയും ചുരിദാറും സോക്സ് ഒക്കെ ഇട്ടാ കിടക്കാറുള്ളത്. അതല്ലെങ്കിൽ റസൂലുള്ള കറണ്ട് പണിക്ക് പോണ പോലെ ഗ്ലൗസ് ഒക്കെ ഇട്ടിട്ടാ പ്രവാചകൻ നിസ്കരിക്കാറുള്ളത്. ആയിക്കോട്ടെ, മറ പൊളിയാണ് ഹദീസ് 2ാമത് കൊടുത്തു. ഖബ്ബല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബഅദ അസ്വാജി, അല്ലാഹുവിന്റെ റസൂല് ഭാര്യമാരെ ചുംബിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ നേരെ നിസ്കരിച്ച് വുളു എടുത്തില്ല എന്ന ഹദീസ് വെച്ചു കൊടുത്തു അല്ലേ? അപ്പൊ പിന്നെ ചർച്ച പോയി. നഖത്തുമ്മ തൊട്ട ഒന്ന് മുറിയോ? ഇല്ല, തൊലിയല്ല. പല്ലുമ്മ തൊട്ട ഒന്ന് മുറിയോ? മുറിയില്ല, തൊലിയല്ല. അന്യസ്ത്രീയുടെ പല്ല് തൊട്ട അല്ല, എല്ല് മുറിയാദ്യം അല്ലേ? ഈ നിലക്ക് നിങ്ങൾ ആലോചിച്ചൊക്കെ വേണ്ടാത്ത മസലും വേണ്ടാത്ത ചർച്ച ഉണ്ടാക്കിയിട്ടിട്ട് അതിന്റെ മേലെ കാട് കയറി പോവാ. പ്രമാണങ്ങളെ കണ്ട സ്വീകരിക്കൂല. ഇവിടെ നമ്മൾ സ്വീകരിക്കുന്ന സമീപനം 4 ഇമാംമാരെയും നമ്മൾ അംഗീകരിക്കുക. 4 ഇമാംമാരുടെയും ഒരു വാക്കുണ്ടല്ലോ, ഇതാ സ്വഹൽ ഹദീസ് ഫഹുവ മദ്ഹബി. ഒരു ഹദീസ് സ്വഹീഹായി കണ്ടാൽ അതാ നിങ്ങൾ സ്വീകരിക്കേണ്ടത്. അതുകൊണ്ടാണ് ഷാഫി ഇമാം പറഞ്ഞതിനെ പല കാര്യങ്ങളും നവവി ഇമാം തിരുത്തിയിട്ടുണ്ട്. എന്തുകൊണ്ടാ? ഷാഫി ഇമാമിനെ അംഗീകരിച്ചത് കൊണ്ട്. അല്ലാണ്ട് ഷാഫി ഇമാം പറഞ്ഞതല്ലേ 10 ലക്ഷം ബൈഹാട്ടുള്ള ഖുറൈശി അല്ലേ, വലിയ പണ്ഡിതനല്ലേ, നമുക്ക് തിരുത്തധികാരമില്ല. ഷാഫി ഇമാം അങ്ങനെ പറഞ്ഞില്ല. മറിച്ച് എന്ത് പറഞ്ഞോ അല്ലേ? ഹദീസ് കണ്ടാൽ ഷാഫിയുടെ വാക്ക് തള്ളി ഹദീസ് എടുക്കാം അല്ലേ? മുഖ്തസർ മുസ്നയിലെ മുഖദ്ദിമ തന്നെ കൊടുത്തതാണ്. എന്നെ തക്ലീദ് ചെയ്യാൻ പാടില്ല എന്ന് ഷാഫി ഇമാമിന്റെ വസിയത്തോടെയാ ആ ഗ്രന്ഥം എഴുതുന്നത് തന്നെ. അപ്പൊ നിങ്ങൾ ആലോചിക്കും, മദ്ഹബിന്റെ ഇമാംമാർ ആരും പറഞ്ഞിട്ടില്ല. പിന്നെ ഇത് കൊണ്ടുവന്നപ്പോ ഇന്ന് നമ്മുടെ നാട്ടിലെ സുന്നി മുജാഹിദ് എന്നൊക്കെ പറയുമ്പോൾ വലിയ പ്രശ്നം, സലാം പറയാൻ പാടില്ല. നമ്മുടെ മദ്രസയിൽ 2ാം ക്ലാസ്സിലെ കുട്ടികളോട് ഉസ്താദ് പറഞ്ഞെടുക്കും, മുബ്തദികളോട് സലാം പറയാൻ പാടില്ല. കുട്ടി ഇതെന്തോ പർവ്വതാണെന്ന് വിചാരിച്ചിട്ട് കുട്ടിക്കറിഞ്ഞോട് എന്താ മുതൽ ഉസ്താദിന്റെ തലയിൽ മൊത്തം വഹാബി മുജാഹിദ്. കാരണം നമ്മുടെ അന്നം മുട്ടും എന്നുള്ള പേടിയാണ്. അപ്പൊ അതുകൊണ്ട് എങ്ങനെയൊക്കെ ആക്രമിക്കാൻ പറ്റും അങ്ങനെയൊക്കെ ആക്രമിക്കാം. അപ്പൊ കുട്ടിയോട് പറയും മുബ്തദികളോട് സലാം പറയാൻ പാടില്ല, കുട്ടിക്ക് തിരിയൂല അല്ലേ? ഇങ്ങനെ പറയും. ഇതിനേക്കാളും വലിയ പ്രശ്നം പണ്ട് കാലത്ത് ഷാഫിക്കാരനോട് സലാം പറയാൻ പറ്റൂല. കാരണം ഹനഫിക്കാരൻ മേൾജാതി, ഷാഫി കീഴ്ജാതി എന്ന് പറയാ. അപ്പൊ ഞാനത് ശരിക്കും അനുഭവിക്കുന്ന ഒരാളാണ്. എൻ്റെ കൊല്ലം ജില്ലയിലെ ശൂരനാട് പള്ളിയുടെ ഇടത് സൈഡില് നമ്മുടെ ഹനഫി പള്ളിയുള്ളത്, വലത് സൈഡില് നമ്മുടെ ഫാറൂഖ് നഈമയുടെ പള്ളി, അതായത് ഷാഫി പള്ളി. ഇവിടെ നിന്ന് ഒരാൾ ദുഹ നിസ്കരിച്ച് അപ്പുറത്ത് അസർ നിസ്കരിക്കണേ മദ്ഹബ് മാറണം, ഡ്രസ്സ് മാറണ്ട, വേഷം മാറണ്ട, ആള് മാറണ്ട, ഷഹാദത്ത് മാറണ്ട, മദ്ഹബ് മാറണം. ഞാൻ ഹനഫിയായി, ഇപ്പുറം വന്ന ഷാഫിയായി അല്ലേ? ഈ മാജിക് ആരാ പഠിപ്പിച്ചത്? ഈ മാറ്റക്കളി ആരാ പഠിപ്പിച്ചേ അല്ലേ? എന്നിട്ടോ ഈ കണ്ടുകൂടായ്മ, സ്കൂളിൽ കുട്ടികൾ വരെ ബെഞ്ചുമ്പോ തർക്കം ഉണ്ടാവുക, ഷാഫി ഹനഫി എന്നൊക്കെ പറഞ്ഞ അങ്ങനത്തെ ഒരു തർക്കം പിൽക്കാലത്ത് ഉണ്ടായിട്ടുള്ളതാണ്. അപ്പൊ സലാം പറയാൻ പറ്റൂല. അപ്പൊ എന്ത് വേണം? ഇത് ഞാൻ ചെറിയ മസല പറയും. ഇപ്പൊ മാവില് നജിസ് കലർന്ന് എന്താ ചെയ്യാ? ഒന്നുകിൽ മൃഗങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുക, അല്ലെ ഷാഫിക്കാരന് പൈസ കൊടുക്കുക. എന്നാലും വെറുതെ കൊടുക്കാൻ പറ്റൂല. അപ്പൊ ഇനി സലാം പറയുന്ന മാനദണ്ഡം, ഇപ്പൊ ഒരു എപിക്കാരന് സലാം പറയേണ്ട ഗതികേട് ആലോചിച്ചൊക്കെ. നിങ്ങള് ആദ്യം മുസ്ലിം ആണോ? അല്ലേ, മുസ്ലിം.
മുസ്ലിമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ മുജാഹിദാണോ സുന്നിയാണോ സുന്നിയാണ്, ഷാഫിയാണോ അനഫിയാണോ ഷാഫിയാണ്, എ പി ആണോ ഇ കെ ആണോ എ പി ആണോ, അസ്സലാമു അലൈക്കും അല്ലേ? എത്ര കടന്നിട്ട് വേണം ഒരു സലാം പറയണമെങ്കിൽ? ഈ ഗതികേടൊക്കെ മതത്തിന്റെ മേൽ ഉണ്ടാക്കി വെച്ചതാരാ? അല്ല, അപ്പൊ ഞാൻ പറഞ്ഞ പ്രമാണങ്ങൾ സ്വീകരിക്കുക. വിശുദ്ധ ഖുർആൻ ഒരു കാര്യം വന്നാൽ അത് സ്വീകരിക്കുക, ഹദീസ് വന്നാൽ അത് സ്വീകരിക്കുക. അപ്പൊ നിങ്ങൾ നോക്ക്, അള്ളാഹുവിന്റെ പ്രമാണങ്ങൾ സ്വീകരിക്കാത്തവർ അവനോട് അമൽ ഏതാണെന്ന് ചോദിച്ചാ ഉത്തരം പറയാൻ കഴിയൂല. അതുകൊണ്ട് പ്രമാണബദ്ധിതമായി ജീവിച്ചോ. ഇനിയോ നാലാമതായി ലോകത്തിന്റെ പ്രവാചകനില്ലേ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണിച്ചുകൊണ്ട് ഇതാരാണെന്ന് അവരോട് ചോദിക്കുമ്പോ വിശ്വാസികളായ ആളുകൾ കൊടുക്കുന്ന മറുപടി എന്താണെന്നറിയോ? ഹുവ റസൂലുള്ളാഹി, ഇത് അല്ലാഹുവിന്റെ പ്രവാചകനാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുമ്പോ പ്രിയമുള്ളവര്, അവിടെ ഇതാ റസൂലുള്ളാഹിനെ പ്രവാചകനായി അംഗീകരിച്ചവർക്ക് മാത്രമേ, അള്ളാന്റെ പ്രവാചകന്റെ സുന്നത്തെ പിൻപറ്റിയവർക്ക് മാത്രമേ, ബിദ്അത്തുകളെ ഒഴിവാക്കിയവർക്ക് ഇതെന്റെ പ്രവാചകനാണെന്ന് മറുപടി പറയാൻ പറ്റോ? ബിദ്അത്തുകളെ പൂർണ്ണമായി ഒഴിവാക്കിയവർക്ക് മാത്രമേ ഇതെന്റെ പ്രവാചകനാണെന്ന് മറുപടി പറയാൻ പറ്റോ? പക്ഷേ നമ്മുടെ സമൂഹത്തിന്റെ അവസ്ഥ എന്താണെന്നറിയോ? സുന്നത്തൊന്നും നമ്മൾ ജീവിതത്തിൽ എടുക്കില്ല, ബിദ്അത്തിന് പ്രാധാന്യം കൊടുക്കും. അതിന് ഏറ്റവും നല്ല ഉദാഹരണം, ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല, പ്രവാചകന്റെ ഒരു ഹദീസ് ഉണ്ടല്ലോ, മാമിൻ ഉമ്മത്തിൻ ഇബ്തദഅത് ബഅദ നബിഹാ ഫീ ദീനിഹാ ബിദ്അ ഇല്ലാ അലാഅത് മിസ്ലഹാ മിനസ് സുന്നah. ഏതേത് സമൂഹം ഈ മതത്തിലൂടെ ബിദ്അത്ത് കൊണ്ടുവന്നിട്ടുണ്ടോ ഒരു സുന്നത്തിനെ അവർ കളഞ്ഞിട്ടല്ലാതെ ഇല്ല, ഒരു സുന്നത്തിനെ അവർ കളഞ്ഞിട്ടല്ലാതെ ഇല്ല. ഈ ഹദീസ് നിങ്ങൾക്ക് കാണണോ? സുന്നി പബ്ലിക്കേഷൻസിന്റെ സുന്നത്തും ബിദ്അത്തും എന്ന് പറയുന്ന പുസ്തകത്തില് 72ാമത്തെ പേജിൽ കൊടുക്കുന്നുണ്ട്. അല്ലേ, ഏതൊരു ബിദ്അത്ത് കൊണ്ടുവന്നോ ഒരു സുന്നത്തിനെ കളയും. അതിനുള്ള വ്യക്തമായ തെളിവ് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ നാട് മുഴുവനും ആവേശത്തോട് പോയതാണ് ബറാഅത്ത് നോമ്പിന്റെ വിഷയത്തില്. അല്ലേ, ബറാഅത്ത് നോമ്പെടുക്കണം, അന്ന് പിന്നെ എണ്ണ പലഹാരം ഉണ്ടാക്കണം, മധുര പലഹാരമാവണം, ഖബർ സിയാറത്തിന് വരണം, ഉസ്താദ് 3 യാസീൻ ഓതി ദുആ ചെയ്തു കൊടുക്കും, കൈമടക്കും എണ്ണ പലഹാരം ഉസ്താദിനെ. ഇതിലെ രസകരമായ വസ്തു എന്താന്ന് വെച്ചാല്, അന്നേ ദിവസം അസറിന് പള്ളിക്ക് ചെന്നാല് സകലമാന മുസ്ലിയാക്കന്മാരും ഖബർസ്ഥാനിലുണ്ടാവും. വാപ്പാന്റെ ഖബർ സിയാറത്തിയാവുന്ന അല്ല, ഈ പള്ളിയിലെ ഖത്തീബിന്റെ നാടവിടെയാ, ആളെ മരവട്ടത്തെ ഖത്തീബാണെങ്കിൽ ചിലപ്പോൾ നാട് കോഴിക്കോടായിരിക്കും, മൂപ്പര് വാപ്പാന്റെ ഖബർ അവിടെ ഉണ്ടാവും. മൂപ്പര് ബറാഅത്ത് രാവിലെ എന്തേ വാപ്പാന്റെ ഖബറിൽ പോവാത്ത്? ഇവിടെ തന്നെ നിൽക്കും. എന്തിനെ? പൈസക്ക് വേണ്ടി. എന്നിട്ട് രസം എന്താ വെച്ചാൽ, ഒരാൾ കിറ്റും തൂക്കി ഇങ്ങനെ ഖബർസ്ഥാനി വരുമ്പോ ചിലപ്പോൾ ഇവിടെ ദുആ ചെയ്യുന്നുണ്ട്, അല്ലാഹു മൗസിൻ വസല്ലം. അപ്പൊ ഇങ്ങനെ അല്ലേ, അവിടെ നിന്നും ഞാൻ ഇപ്പൊ വേറെ ആർക്കും കൊടുക്കണ്ട, മറ്റു ഉസ്താദാണെങ്കിൽ ഇങ്ങനെ മാടി വിളിച്ചുകൊണ്ടിരിക്കും. ഈ കച്ചവടം ഇതിവിടെ മാത്രമല്ല, ഞാൻ ഒരു തെളിവ് കൂടെ തരാം. ചാവക്കാട്ട് നിന്ന് നമ്മള് പിന്നെ കൊടുങ്ങല്ലൂർ റോഡ്, പിന്നെ തീക്കോട്ട് തങ്ങന്മാരെന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. 3-4 തങ്ങന്മാരുണ്ട്. ആ ഒറ്റ കവാടാണ് അങ്ങോട്ട് കയറാം. അവരെ വീട് ഇങ്ങനെ പറഞ്ഞിട്ടാണ് കിടക്കുന്നത്. അവിടെ നിങ്ങളൊന്ന് കടന്നു നോക്ക്, ഒന്ന് കയറി കഴിഞ്ഞ് എങ്ങനെ വിളിക്കും, അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്നൊക്കെ വിളിക്കും. എന്റെ ചെറുപ്പത്തിന് മുമ്പ് എന്നോട് വല്യമ്മ പറയാ, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കണ്ട കേട്ടോ, നേരെ നടന്നാൽ മതി, അവരൊക്കെ വിളിക്കും. അല്ലേ, അപ്പോ നമുക്കിതൊന്നും കാര്യം അന്നൊന്നും തിരിയില്ലല്ലോ. അല്ലേ, അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്ക്, എല്ലാവർക്കും കൂടെ സെന്ററിൽ വാപ്പാന്റെ ഒരു ജാറുണ്ട്. അപ്പൊ നിങ്ങൾ ആലോചിക്കണം ഈ നിലക്കുള്ള കച്ചവടത്തിന് വേണ്ടി. അപ്പൊ ഈ ബറാഅത്ത് രാവിന്റെ പേര് ഒന്ന് നോമ്പെടുക്കാൻ പറയുന്നു. എന്തേ നോമ്പെടുക്കാൻ കാരണം? എന്താ കാരണം? ഹമീം വൽ കിതാബിൽ മുബീൻ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക. ഈ ഖുർആൻ അവതീർണമായത് അനുഗ്രഹീതമായ രാത്രിയിലാ എന്ന് ഖുർആൻ പറഞ്ഞില്ലേ? ആ അനുഗ്രഹീതമായ രാത്രി ഏതാണെന്നറിയോ? ഫഇന്നഹാ ലൈലത്തു നിസ്ഫി മിൻ ശഅബാൻ. അത് ശഅബാനിന്റെ പകുതിയുടെ രാത്രിയാണെന്ന് ഇക്രിമയുടെ റിപ്പോർട്ട് കൂടെ പറഞ്ഞുകൊണ്ട് ആദ്യ ഉസ്താദ് ആയത്തോതും ഖുർആൻ ഇറങ്ങിയ അനുഗ്രഹീതമായ രാത്രി. എന്നിട്ട് ഇക്രിമയുടെ ഹദീസ് ഉദ്ധരിക്കും, അത് റമദാനിന്റെ പിന്നെ ശഅബാന്റെ പകുതിയിലാണ്. അപ്പൊ അതുകൊണ്ട് സൂമു നഹാറഹാ വഖൂമു ലൈലഹാ, പകൽ നോമ്പെടുക്കുക, രാത്രി നമസ്കരിക്കുക. അല്ലെ, ഇർഷാദുൽ ഉലൂം എന്ന് പറയുന്ന സമസ്തക്കാരന്റെ കിതാബിൽ 173ാമത്തെ പേജ് വിരോധിക്കപ്പെടേണ്ട അന്ധവിശ്വാസം ബറാഅത്ത് രാവിലെ 100 റക്അത്ത് എന്ന് പ്രത്യേകം എഴുതിയിട്ടുണ്ട്. അപ്പൊ അതോടുകൂടെ അത് പോയി. ഇനി ഷാഫി മദ്ഹബിലെ ആധികാരിക മുഫസ്സിർ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ തഫ്സീറുൽ ഖുർആനുൽ അദീം രേഖപ്പെടുത്തി
രേഖപ്പെടുത്തി വെക്കാം. ആരെങ്കിലും അത് ശഅബാനിന്റെ പകുതിയാണെന്ന് പറഞ്ഞു പോയാൽ ഇക്രിമയിൽ നിന്ന് റിപ്പോർട്ട് വന്ന പോലെ അത് ശഅബാനിന്റെ പകുതിയാണെന്ന് ആരെങ്കിലും പറഞ്ഞു പോയാ ഫഖദ് അബഅദൻ നജാ, അവൻ സത്യത്തിൽ നിന്ന് ഒരുപാട് വിദൂരത്താണ്. ഫഇന്ന നസുൽ ഖുർആൻ ഫഇന്നഹാ ഫീ റമദാൻ, കാരണം ഖുർആനിന്റെ ഗണ്യതമായ അഭിപ്രായം അത് റമദാനിലാണ്. അപ്പൊ ഖുർആൻ ഇറങ്ങിയതിന്റെ പേരിൽ ബറാത്ത് ആഘോഷിക്കണ്ട. ഇനി ഒരു കാര്യം കൂടെ നിങ്ങൾ നോക്ക്, ഖുർആന്റെ ഒരു പ്രത്യേകത, ഒരു ഭാഗത്തൊരായത്ത് വന്ന് മറ്റൊരിടത്ത് വിശദീകരിക്കും. ഇവിടെ ഖുർആൻ പറഞ്ഞു ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തി മുബാറക, അനുഗ്രഹീതമായ രാത്രിയാണ് അവതരിപ്പിച്ചത്. ഏതത്? ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ, നിർണിതമായ ഒരു രാത്രിയിലാണ്, ലൈലത്തുൽ ഖദറിലാണ് ഖുർആൻ അവതരിപ്പിച്ചത്. അതേതിലാ? ശഅബാൻ 15-ലല്ല, റമദാനിന്റെ അവസാനത്തെ 10-ലാ. അതിന്റെ ഒറ്റയാക്കപ്പെടുന്ന രാത്രികളിൽ നിങ്ങൾ പ്രതീക്ഷിച്ചോ? അല്ലേ? ഖുർആൻ മറ്റിടത്ത് വിശദീകരിച്ചു. ഇനി നോമ്പെടുക്കേണ്ട വിഷയം നമ്മളോട് പറയുന്നുണ്ടോ? സുന്നത്തിനൊക്കെ ഇല്ലാണ്ടാക്കുന്നുണ്ട്, നോമ്പെടുക്കാൻ മടിച്ചെന്ന് അല്ല. നമ്മളെ എക്സ്ട്രാ ഫിറ്റിംഗ്സ് ഒഴിവാക്കി നമ്മൾ പറഞ്ഞു ഒരു ദിവസത്തെ നോമ്പല്ല, 3 ദിവസത്തെ നോമ്പെടുക്കണം. ഇങ്ങനെ 15 എടുത്താൽ പോരാ, 13, 14, 15 എടുക്കണം. അത് വെളുത്ത വാവിന്റെ നോമ്പ, സുന്നത്തായ നോമ്പാണ്. ശഅബാൻ 15ന്റെ ബറാത്ത് നോമ്പ് ബിദ്അത്തായ നോമ്പാണ്. ഇസ്ലാം പഠിപ്പിക്കാത്ത ബിദ്അത്ത് നരകത്ത് പോണോ, സുന്നത്തെടുത്ത് സ്വർഗത്ത് പോണോ നമുക്ക്? അല്ലേ? ഇനി നിങ്ങൾ നോക്കിയത് ഞാൻ പറയുന്ന വിഷയമല്ല. കണ്ണിയത്ത് ഉസ്താദിന്റെ ഫത്വകൾ ശേഖരിച്ച കണ്ണിയത്ത് സ്മരണിക എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിലെ കണ്ണിയത്ത് ഉസ്താദിനോട് ചോദിക്കാൻ ശഅബാൻ 15-ന് ബറാത്തിന്റെ നോമ്പെടുക്കണ്ടല്ലോ, അതിന്റെ വിധി എന്താണ്? അപ്പൊ അദ്ദേഹം പറയാ, ഫത്താവൽ കുബ്രയിൽ നിന്നൊരു ഇബാറത്ത് ഉദ്ധരിച്ച് കണ്ണിയത്ത് ഉസ്താദ് കൊടുത്ത മറുപടി എന്താണെന്നറിയോ? അമ്മാ ഫീ സൗമി യൗമിഹാ ഫഹുവ സുന്നാ, അന്നേ ദിവസത്തെ നോമ്പ് നിങ്ങൾക്ക് സുന്നത്താണ്. ഏതടിസ്ഥാനത്തിലാ? വഹിയ മിൻ ഹൈസു കൗനി ജുംലത്തി അയ്യാമുൽ ബീൽ, വെളുത്ത വാവെന്ന കാരണത്താൽ നിങ്ങൾക്ക് സുന്നത്തുണ്ട്. ലാ മിൻ ഖുസൂസിഹി, ഒരിക്കലും ഇതിന്റെ പ്രത്യേകതയല്ല, ഒരിക്കലും ബറാത്തിന്റെ പ്രത്യേകതയല്ല. അല്ലേ? ഇനി ഇതിലൊക്കെ രസകരമായ ഒരു അവസ്ഥ എന്നറിയോ? ഞങ്ങൾ BEd പഠിച്ച ആലപ്പുഴയിലെ പിന്നെ തലവടി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ആര്യാട് കോളേജിലാണ്. അപ്പൊ അവിടെ പോകുന്നിടത്തൊരു സുന്നിപ്പള്ളി, ഒരു മുജാഹിദും ഇല്ലാത്ത നാടാണ്. അപ്പൊ ഞങ്ങള് പിന്നെ അവിടേക്ക് പോയി ടീച്ചിങ് പ്രാക്ടീസിന്റെ ദിവസം അതിന്റെ ഓപ്പോസിറ്റ് ഒരു സാറ് താമസിച്ചത് ഒപ്പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് ട്രെയിൻ ഇറങ്ങി അവിടെ എത്തുമ്പോൾ സുബൈ ജമാഅത്ത് കഴിഞ്ഞ നേരം. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്തു, പള്ളിയുടെ കോമ്പൗണ്ട് ഞങ്ങൾ 2 പേര് നിസ്കരിച്ചു. അപ്പൊ ക്ലാസ് നടക്കുന്ന അടുത്ത് കയറി നിന്ന്. അപ്പൊ അയാൾ പറഞ്ഞു, ഒരു മുജാഹിദും ഇല്ലാത്ത നാടാണേ. ആള് പറഞ്ഞു, പിന്നെ ബറാത്തിന്റെ പോരിച്ചൊക്കെ പറഞ്ഞു, ഫത്താവൽ കുബ്രയിൽ പറയുന്നുണ്ട്, ഇബ്നു ഹജർ പറയുന്നുണ്ട്, പിന്നെ ഇവിടെ വഹാബികൾ ഇല്ല എന്നൊക്കെ പറയാം. അമ്മാ ഫീ സൗമി യൗമിഹാ ഫഹുവ സുന്ന, അന്നേ ദിവസം നോമ്പ് സുന്നത്താണ് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അന്ന് ഖബർ സിയാറത്ത് ചെയ്തിട്ടുണ്ട്, മുജാഹിദിൽ ഖബർ സിയാറത്ത് വേണ്ടെന്നാണ് പറയുന്നത് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ നമുക്കൊന്നും വോയിസ് ഇല്ല. അവിടെ നിന്ന് എന്തായാലും എണീറ്റ് പുറത്ത് കയറിയപ്പോൾ ഞങ്ങളുടെ സാറ് പറഞ്ഞു, ഇപ്പൊ എന്തായി, നിങ്ങളുടെ വാദത്തിനൊക്കെ എതിരെ കേട്ടില്ല. ഞാൻ പറഞ്ഞു, അതിന്റെ താഴൊന്നും കൂടെ ഉണ്ട്, അത് വായിച്ചിട്ടില്ല. അൽഹംദുലില്ലാഹ്, നിങ്ങൾക്കറിയോ 3 പേര് അന്നത്തെ സംസാരം കൊണ്ട് മാത്രം അവിടെ മുജാഹിദുകളായി, സലഫികളായി. അതിനുശേഷം അവിടെ 2-3 പ്രോഗ്രാമുകൾ നടന്നു. ആലപ്പുഴയിൽ തലവടി എന്ന് പറയുന്ന സ്ഥലത്ത്, അല്ല അവിടെ തബ്ലീഗിന്റെ ഒരു നൗഷാദ് എന്ന് പറയുന്ന പിന്നെ ഫിലോസഫിയുടെ അധ്യാപകനായിരുന്നു. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ ഉസ്താദുമാർ ഇങ്ങനെ പല കൃത്രിമത്വം കാണിക്കും ആളില്ലാത്തോടത്ത്. അത് അവരുടെ സ്ഥിരം നമ്പറാണ്, തരികടയാണ്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇവിടെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കി നോമ്പെടുക്കേണ്ടെന്നല്ല, നോമ്പെടുക്കുക. 1 ദിവസമല്ല, 3 ദിവസം നോമ്പെടുക്കുക. അങ്ങനെ നോമ്പെടുത്താനുള്ള പുണ്യം എന്താ? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ആ അയ്യാമുൽ ബീദിന്റെ 3 നോമ്പ് നിങ്ങൾ നോറ്റ് കഴിഞ്ഞാ കസിയാമിദ്ദഹരി കുല്ലാ, ഒരു വർഷം മുഴുവനും നോമ്പ് നോറ്റ കൂലി അല്ലാഹു തരുമെന്നാണ്. ആ വെളുത്ത വാവിന്റെ 3 നോമ്പ് നിങ്ങൾ നോറ്റ് കഴിഞ്ഞാ ഒരു വർഷം മുഴുവനും നോമ്പ് നോറ്റ കൂലി അല്ലാഹു തരുമെന്നാ. ഇത്രയും പുണ്യമുള്ള നോമ്പിനെ കുറിച്ച് ഉസ്താദ് ജനങ്ങളോട് പറയില്ല, മറിച്ച്
വിളിച്ച് ജനങ്ങളോട് പറയുന്നു, ജനങ്ങള് ബറാഅത്തിന്റെ നോമ്പുണ്ട് കേട്ടോ, അന്ന് ഖബർ സിയാറത്തിന് വരണേ, 3 യാസീൻ ഓതണേ, ബജറ്റ് അവതരണത്തിന്റെ ദിവസമാ, അന്ന് മിച്ച ബജറ്റുണ്ട്, കമ്മി ബജറ്റുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഉസ്താദ് ജനങ്ങളെ വഞ്ചിക്കുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, നമുക്ക് പറയാനുള്ളത് ഒരു ദിവസത്തെ നോമ്പല്ല, 3 ദിവസത്തെ സുന്നത്തായ നോമ്പിലേക്ക് പോരെ. എന്റെ പ്രിയമുള്ളവരെ, ഇതാ അള്ളാന്റെ പ്രവാചകന്റെ മതത്തിലൂടെ ബിദ്അത്തുകൾ കൊണ്ടുവരികയാണ്. അങ്ങനെ ബിദ്അത്തുകൾക്ക് മേലെ അടയിരിക്കുന്ന ആളുകൾക്ക് അള്ളാന്റെ ഹബീബിനെ കാണിച്ചു കൊടുക്കുമ്പോ ഇതെന്റെ നബിയാണെന്ന് പറയാൻ കഴിയില്ല. പ്രിയമുള്ളവരെ, നിങ്ങൾക്കറിയോ, ബിദ്അത്ത് ചെയ്യില്ല എന്ന് പറയുന്ന നമുക്ക് നേരെ ഇവർ പറയുന്നത് എന്താണെന്നറിയോ? നിങ്ങളാണ് പുത്തൻവാദികള്. നമുക്ക് നേരെ പറയും നമ്മളെ പുത്തൻവാദികൾ, അവരോ അഹ്ലുസുന്നത്ത് വൽ ജമാഅ. നിങ്ങൾ കോഴിക്കോട് മുതലക്കുളം മൈതാനി എന്ന് കേട്ടിട്ടുണ്ടോ? എന്താ പ്രത്യേകത? മുതലില്ല, കുളമില്ല, മൈതാനം മാത്രമുണ്ട്. പേരെന്താ? മുതലക്കുളം മൈതാനി. അഹ്ലുസുന്നത്ത് വൽ ജമാഅ, സുന്നത്തുൽ ജമാഅത്തുൽ കുറച്ച് ആൾക്കാരുണ്ട്. അതുപോലെയാണ് സമസ്തക്കാരന്റെ അവസ്ഥ. ഇനി നിങ്ങൾ ആലോചിച്ചോക്ക്, ഞാൻ പറയുന്ന വാദം ഇപ്പോ മുജാഹിദുകളെ പുത്തൻവാദികളാക്കി പറഞ്ഞ ഒന്നാമത്തെ കാര്യം എന്താ പറയുന്നത്? സാധാരണ മൗലന്മാരെ ആരുമില്ലാത്ത നാട്ടിൽ പ്രസംഗിക്കുമ്പോൾ എന്താ പറയാ? നമുക്കുള്ള ദീന് മാലിക് ബിൻ ദീനാർ കേരളത്തിൽ വന്ന അന്നു മുതലുള്ള ദീനാൻ. അന്നു മുതൽ കേരളത്തിൽ സ്ത്രീകളാരും പള്ളി പോയിട്ടില്ല. ഞാൻ ചോദിക്കട്ടെ, റസൂൽ വന്ന പള്ളി അന്നു മുതൽ ഇന്ന് വരെ സ്ത്രീകൾ ഉണ്ടായിട്ടില്ലേ? റസൂലുള്ള വന്ന പള്ളിയിൽ, മാലിക് ബിൻ ദീനാർ അവിടെ നിൽക്കട്ടെ, റസൂലുള്ള വന്ന പള്ളിയിൽ അന്ന് മുതൽ ഇന്ന് വരെ സ്ത്രീകൾ ഉണ്ടായിട്ടില്ലേ? ഉണ്ട് അല്ലെ? ഇനി അടുത്ത വിഷയം എന്താണെന്നറിയോ? ഞാൻ ചോദിക്കട്ടെ, അന്ന് മുതൽ ഇന്ന് വരെ ഇല്ലെങ്കിൽ മരവട്ടത്ത് പിന്നെ എന്തിനാ 3 ആഴ്ച മുമ്പ് പെണ്ണ് കയറിയത്? അല്ലേ? അവിടെ ദീന് കൃത്രിമത്വം ഉണ്ടാക്കുമ്പോഴുള്ള പ്രശ്നം അതാണ്. ദീന് കൃത്രിമത്വം ഉണ്ടാക്കുമ്പോൾ, കാരണം പള്ളി സ്പോൺസർ ചെയ്ത അറബി പെണ്ണ് വന്നാല് സൗകര്യം ചെയ്തു കൊടുത്തില്ല, ഇനി ഒരു പള്ളി നടക്കുമല്ലോ. ഉസ്താദ് ഞാൻ പറഞ്ഞില്ലേ, ദീനി അൽ ഇസ്ലാം അല്ല, ദീനി അൽ ഫുലൂസ് എന്ന് പറയുന്ന ആൾക്കാരാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പള്ളി പണിയാൻ കൊടുത്ത പെണ്ണ് അറബി സ്ത്രീ ഇവിടെ വന്നാൽ അവർക്ക് നിസ്കരിക്കാൻ പള്ളിയിൽ സൗകര്യവും, അല്ലാത്ത പെണ്ണ് വന്നാലും കയറാൻ പാടില്ല. പെണ്ണുങ്ങൾക്ക് പള്ളി കയറാം. ഇനി അതിലൊരു തരികട കൂടെ നിങ്ങൾ പഠിച്ചോ, പള്ളി ഉദ്ഘാടനത്തിന് മുമ്പ് കയറാം, പിന്നെ കയറണമെങ്കിൽ മരിച്ച മയ്യത്തെ കയറ്റുള്ളൂ. എന്തിനാ ഉദ്ഘാടനത്തിന്റെ മുമ്പ് കയറ്റുന്നത്? അന്ന് പള്ളി സ്പോൺസർ ചെയ്ത് അറബി വരുമ്പോ ഇത് പെണ്ണുങ്ങളൊക്കെ ഉണ്ട്, എല്ലാവരും ഉണ്ട്, ഉദ്ഘാടനത്തിനൊക്കെ പങ്കെടുത്തത് കാണിക്കാനാണ്. അത് കഴിഞ്ഞ പിന്നെ ആവശ്യമില്ല. ഇവിടെ മരവട്ടത്ത് പിന്നെ നിർഭാഗ്യകരം എന്ന് പറയാം, അതിന് ശേഷമാണ് വന്നത്. അപ്പൊ എന്നെ കുടുങ്ങിയില്ലേ? നിസ്കരിക്കാൻ സൗകര്യം ചെയ്ത് കൊടുക്കണ്ടേ? അപ്പൊ ചെയ്തു കൊടുത്തു. ഞാൻ പറഞ്ഞു, ഇത്ര വലിയ ഹറാമായ ഒരു കാര്യത്തിന് എന്തിനാ ഇവിടെ ചെയ്ത്? ഇത് ഇവിടം കൊണ്ട് തീരുന്നൊന്നല്ല ഇവരുടെ വലിയ ഹോജ. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരെ പിന്നെ ഗൾഫ് പോയപ്പോ അവിടെയും ചെയ്ത പണി എന്താ? ബഹ്റൈനിൽ അറാദ് പള്ളി കയറി, അവിടെ സ്ത്രീകളുള്ള പള്ളി നിസ്കരിച്ചു. അല്ലെ, അതിനൊന്നും പ്രശ്നമില്ല. കേരളത്തിൽ വന്നാലാണ് പ്രശ്നം. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ ഹബീബിന്റെ ഹദീസുകളുണ്ടല്ലോ, ലാ തംനഉൻ നിസാ ഖുദൂദഹുന്ന മിനൽ മസാജിദ്. പള്ളികളിൽ നിന്ന് സ്ത്രീകൾക്കുള്ള ഓഹരി നിങ്ങൾ തടയല്ലേ. പള്ളികളിൽ സ്ത്രീകൾക്കുള്ള ഓഹരി നിങ്ങൾ തടയാൻ പാടില്ല. ലാ തംനഉ ഇമാ അല്ലാഹി അയ്യുസല്ലീന ഫിൽ മസ്ജിദ്. സ്ത്രീകൾ പള്ളികളിൽ നമസ്കരിക്കുന്നത് നിങ്ങൾ തടയല്ലേ. സ്ത്രീകൾ പള്ളികളിൽ നമസ്കരിക്കുന്നത് നിങ്ങൾ തടയല്ലേ. ഇദസ്തുദിന തിംറഅതി അഹദികും മിനൽ മസ്ജിദ് ഫലാ യംനഹാ. നിങ്ങളുടെ ആരുടെയെങ്കിലും ഭാര്യമാര് പള്ളിയിലേക്ക് പോകട്ടെ എന്ന് നിങ്ങളോട് അനുവാദം ചോദിച്ചാ അവരെ നിങ്ങൾ തടയാൻ പാടില്ല. ഷാഫി ഇമാം തന്നെ എടുത്തുദ്ധരിച്ച ഹദീസുകളുണ്ടല്ലോ, പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യമാര് അള്ളാന്റെ പ്രവാചകന്റെ കൂടെ സുബഹിന് പോലും പള്ളിയിൽ വന്നിരുന്നു. അവിടെ ഇതാ ഇരുട്ട് മൂടിയത് കാരണത്താല് ആരാണെന്ന് പോലും തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നില്ല. ഇരുട്ട് മൂടിയത് കാരണത്താൽ അവരെ തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നില്ല. അത്ത പോലും അവര് പള്ളി ചെന്നിരുന്നു. അല്ലേ? ഇനി എന്താ പ്രശ്നം? ഇനി ഇവിടുത്തെ വിഷയം നിങ്ങൾ നോക്ക്. സ്ത്രീകൾക്കുള്ളിൻ്റെ ഉള്ളിലാണ് ഉത്തമം. നട്ടുച്ചക്കൊരു സ്ത്രീ പള്ളിക്ക് പോയാൽ ഫിത്തനാണ്, ഉള്ളിൻ്റെ ഉള്ളിലാണ് ഉത്തമം. ഇത് പറഞ്ഞിട്ടാ തടയുന്നത് അല്ലേ? ഒരു കയ്യിൽ മടക്കി പിടിച്ച പായും മറുകയിൽ ഒക്കത്ത് വെച്ച കുഞ്ഞുമായി പാതിരാത്രി 12 മണിക്ക് 1 മണിക്ക് പാതിരാവാതിന് പോയാ അത് ഫിത്തനയല്ല, അത് ഫിത്തനയല്ല. എന്തേ കാരണം? അവിടെ ഉസ്താദിന് മാല ആവശ്യമുണ്ട്, പാദസര ആവശ്യമുണ്ട്, കമ്മൽ ആവശ്യമുണ്ട്. അതുകൊണ്ട് പാതിരാത്രി വരാം. അല്ല, നട്ടുച്ചക്ക് പള്ളി പോവല്ലേ ഫിത്തന.
എങ്ങനെയുണ്ട്? ഇനി നാളത്തെ ദിവസത്തിന്റെ പ്രത്യേകത ഉണ്ട്. ശനിയാഴ്ച നിങ്ങൾ ഞാൻ കൃത്യമായിട്ട് പറയാം. നമ്മുടെ ഹുസൈൻ തലഫിന്റെ നാടുണ്ടല്ലോ, പുലാമന്തോട് UP നഗറിലെ ഷെയ്ഖ് മുഹമ്മദ് കോയ വലിയന്റെ അവിടെ കുറെ സ്ത്രീകളുണ്ട്. 80% സ്ത്രീകളാണ്. നാളത്തെ ദിക്റുകൾക്ക് പോയി നോക്ക്. നിങ്ങൾ ഉറങ്ങുണ്ടോ നോക്കാൻ 15 സെന്റിമീറ്റർ സ്കെയിലും കൊണ്ടൊരു പുരുഷനും പെണ്ണുങ്ങൾ ഉറങ്ങുണ്ടോ നോക്കാം. ദിക്ർ ചെല്ലാതെ ഉറങ്ങുണ്ടെങ്കിൽ മൂപ്പര് 15 സെന്റിമീറ്റർ സ്കെയിൽ കൊണ്ട് അടിക്കും അല്ലേ? മോന്റെ കർമ്മത്തിൽ കൊടുക്കാൻ ആളില്ലാത്തോണ്ടല്ലേ? അതിനൊരു ഫിത്തനല്ല. അത് 1 മണി 2 മണി ഒന്നല്ല, നേരം പുലരോളം. തലേ ദിവസം 5 മണിക്ക് അവിടെ ഹാജരായ പിറ്റേ ദിവസം ചീരന് മേടിച്ചിട്ട് തലേ ദിവസത്തെ പഴകിയ ചോറ് വറ്റ പുറത്ത് പോവാതെ അടച്ചിട്ട് വീട്ടിലേക്ക് വരിക. ഒന്ന് ആലോചിച്ച് നോക്കിയ നിങ്ങൾ. അതിനൊന്നൊരു ഫിത്തനയില്ല. അള്ളാന്റെ പ്രവാചകന്റെ ഹദീസുകളെ തള്ളിയിട്ടാണ് അത് ഹിജാബിന്റെ ആയത്തിന്റെ മുമ്പാ എന്ന് പറഞ്ഞുകൊണ്ട് തടയുന്ന ആളുകളുണ്ടെങ്കിലോ ചോദിക്കട്ടെ, ഏത് ആയത്തും പൂർണ്ണമായതിനു ശേഷമല്ലേ ഉമർ റളിയല്ലാഹു അൻഹു കൊത്തുകൊള്ളുമ്പോ ഖുർആന് പൂർണ്ണമായും ഇറങ്ങിയതിനു ശേഷമാണെങ്കിലോ അദ്ദേഹത്തിന്റെ ഭാര്യ പള്ളിയിലുണ്ടായിരുന്നില്ലേ? ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഖുത്ബയുടെ വിഷയത്തിലോ അവിടുന്ന് ഇതാ മഹറിനെ കുറിച്ച് പരാമർശിക്കുമ്പോ അവിടെയും സ്ത്രീകൾ പള്ളിയിലുണ്ടായിരുന്നു എന്ന റിപ്പോർട്ടുകളുണ്ട്. മാത്രമല്ല അല്ലാഹുവിന്റെ ഖുർആന് പേര് പറഞ്ഞ മസ്ജിദുൻ ഉസ്സിസ ലിത്തഖ്വാ, തഖ്വയിലെ നിർമ്മിതമായ പള്ളി എന്ന് പറഞ്ഞ ഖുബാ മസ്ജിദ് ഉണ്ടല്ലോ, അവിടെയും നമുക്ക് കാണാലോ മദ്ഖലുൻ നിസാ, സ്ത്രീകളുടെ എൻട്രൻസ് എന്ന് പറഞ്ഞ ഭാഗം കാണാലോ. എല്ലാ പള്ളികളിലും അതിനുള്ള സൗകര്യമുണ്ട്. എന്നാൽ ഇതാ അതിനെല്ലാം അടച്ചാക്ഷേപിച്ചുകൊണ്ട് ഇവിടെ ഇതാ അതിനെതിരെ പടപൊരുതുന്ന ആളുകളുണ്ടെങ്കിലോ തങ്ങൾക്ക് സാമ്പത്തികമായ നേട്ടം വരുമ്പോ ആ പള്ളിയിലേക്ക് പെണ്ണ് കൊണ്ടുവരാ, ആ പള്ളിയിലേക്ക് കള്ളും കൊണ്ടുവരാ. വെറുതെ പറയുന്നതല്ല. മദ്യം പള്ളിയിലേക്ക്, കാമിനി നാട്ടിലേക്ക്, പത്രം ഓർമ്മയുണ്ടല്ലോ. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങളാണ് എന്റെ പ്രിയമുള്ളവരെ. അല്ലാഹുവിന്റെ റസൂലിന്റെ മതത്തില് ഒരുപാട് ബിദ്അത്തുകൾ കൊണ്ടുവന്നത് എന്തിനാ? ഉസ്താദുമാരുടെ ഉദരപൂരണത്തിന് വേണ്ടിയിട്ടായിരുന്നുവെങ്കിൽ ആ മതത്തിലൊന്നും നിങ്ങൾ കൊണ്ടുവരല്ലേ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ വസിയത്ത് ഉണ്ടല്ലോ, അതുപോലെ തന്നെ റസൂലുള്ളാഹിന്റെ വാക്കുകളുണ്ടല്ലോ. അവിടെ ഇതാ ആരെങ്കിലും മതത്തിലൂടെ പുതുതായി ഒന്ന് കൊണ്ടുവന്നാ മാ ലൈസ മിൻഹു അംറുനാ ഫഹുവ റദ്ദുൻ, അതിൽ നമ്മുടെ കൽപ്പനയില്ല എങ്കിലോ അത് നിങ്ങൾ തള്ളിക്കളഞ്ഞോ. നല്ലതല്ലേ എന്ന് കരുതിയിട്ട് നിങ്ങൾ കൊണ്ടുവരണ്ട എന്നുള്ള എന്റെ ഹബീബ് തന്നെ പറയുമ്പോ എന്റെ പ്രിയമുള്ളവരെ, എന്തിനാ മതത്തിൽ ഇങ്ങനെ കൊണ്ടുവരുന്നതോ? മലപ്പുറം ജില്ലയിലെ കോണോമ്പാറയിലെ മുട്ടിപ്പടിയിലെ സ്വലാത്ത് നഗറോ ഈ സമൂഹത്തിലൂടെ കൊണ്ടുവന്നപ്പോ പള്ളിയിൽ റമദാനിന്റെ അവസാനത്തെ പത്തോ പള്ളിയിൽ ഇഅ്തികാഫിരിക്കുക എന്ന സുന്നത്ത് മാറ്റിയിട്ട ഈ ഒരു ബിദ്അത്ത് കൊണ്ടുവന്നത് എങ്കിൽ അത് 2002-ലല്ലേ? അതിനു മുമ്പുള്ള മുസ്ലിമീങ്ങൾക്ക് പരിചയമില്ല. തൃശ്ശൂർ ജില്ലയിലെ സ്വലാത്ത് നഗറുണ്ടല്ലോ, അത് കൊണ്ടുവന്നത് കോരിക്കുഴി തങ്ങളുടെ സ്വലാത്ത് വന്നത് 2007-ലല്ലേ? അതിനു മുമ്പുള്ള മുസ്ലിമീങ്ങൾക്ക് പരിചയമില്ല. പ്രിയമുള്ളവരെ, മുഹിയുദ്ദീമാല വന്നിട്ട് 400 കൊല്ലമേ ആയിട്ടുള്ളൂ. അതിനു മുമ്പുള്ള മുസ്ലിമീങ്ങൾക്ക് പരിചയമില്ല. അള്ളാന്റെ പ്രവാചകന്റെ കാലം കഴിഞ്ഞിട്ടോ 1100 കൊല്ലങ്ങൾ പിന്നിടുമ്പോഴാ ഖുത്ബിയത്ത് വരുന്നത് എങ്കിൽ അള്ളാന്റെ ദീനുമായിട്ട് ബന്ധമില്ല. പ്രവാചകന്റെ കാലം കഴിഞ്ഞ് 300 ശേഷമാണ് ആദ്യമായി മൗലിദ് വരുന്നതെങ്കിൽ അതിന് ദീനുമായിട്ട് ബന്ധമില്ല. റസൂലുള്ളാഹിന്റെ കാലം കഴിഞ്ഞിട്ടോ 600 ശേഷമാണ് ജന്മദിനാഘോഷം കടന്നു വരുന്നുവെങ്കിൽ അതിനും അള്ളാന്റെ ദീനുമായിട്ട് ബന്ധമില്ല. ഇങ്ങനെ ഒരുപാട് അനാചാരങ്ങൾ കൊണ്ടുവരുമ്പോ അള്ളാന്റെ ഹബീബിന്റെ സുന്നത്തറിയാതെ പോകുമ്പോ അങ്ങനെയുള്ള ആളുകൾക്ക് പറയാൻ പറ്റോ? അള്ളാന്റെ റസൂലിനെ കാണിച്ചു കൊടുക്കുമ്പോ ഇതെന്റെ നബിയാ ഹുവ റസൂലുള്ളാഹ്, ഇത് അല്ലാഹുവിന്റെ പ്രവാചകൻ എന്ന് പറയാൻ പറ്റോ? പ്രിയമുള്ളവരെ, ജീവിതം അവിടം കൊണ്ട് അവസാനിക്കുന്നില്ലല്ലോ. ആ ഖബറോടുകൂടെ അവസാനിക്കുന്നില്ല. അവിടെ നിന്ന് അങ്ങോട്ട് വരുന്ന പരലോകമുണ്ടല്ലോ. ആരും സഹായിക്കാനില്ലാത്ത ഒരു ശുപാർശ പോലും ഒരു റക്കൻ
സെക്കൻഡ് പോലും നടക്കാത്ത നാളുണ്ടെങ്കിലോ, അവിടെ നിന്ന് അങ്ങോട്ട് കടന്നു വരുന്ന മനുഷ്യന്റെ വിചാരണയുണ്ടെങ്കിലോ, അണുത്തൂക്കം ഒരു ഉറുമ്പിന്റെ കാലിന്റെ തൂക്കം നീ അവിടെ പ്രവർത്തിച്ചോ, അത് മുഴുവനും അല്ലാഹുവിന്റെ കോടതിയിലൂടെ കൊണ്ടുവരുമ്പോ നീ ചെയ്യുന്ന പ്രവർത്തനം അതൊരു കടുകുമണി തൂക്കമാണ്, അതൊരു പാറക്കെട്ടിനുള്ളിലാണ്. അല്ല, ആകാശഭൂമികൾക്കുള്ളിൽ എവിടെയാണെങ്കിലും ശരി, അല്ലാഹു അതിനെ കൊണ്ടുവരിക തന്നെ ചെയ്യുമെന്ന് പറയുമ്പോ എന്റെ പ്രിയമുള്ളവരെ തീർന്നില്ല. ഇതാ ഒരാൾക്ക് നരകമെന്ന് വിധിച്ചു കഴിഞ്ഞാൽ എന്താ കത്തിയാടുന്ന നരകമെന്നറിയോ നിങ്ങൾക്കോ? അതിന്റെ മുകളിൽ നിന്നൊരു കല്ലിട്ട് കഴിഞ്ഞാൽ അത് താഴേക്ക് എത്താൻ 70 കൊല്ലമെടുക്കുമെന്നുള്ള എന്റെ റസൂല് പറയുന്നുവെങ്കിലോ എത്ര ആഴമുള്ള നരകമാ! ഈ ലോകത്തുള്ള മുഴുവൻ ആളുകളെയും കൊണ്ടുവന്ന് നരകത്തിലിട്ടാൽ പോലും ആ നരകം നാളെ അല്ലാഹുവിനോട് ചോദിക്കുമെന്നാ, ഇനിയുമുണ്ടോ അല്ലാ, ഇനിയുമുണ്ടോ അല്ലാ? അത്രത്തോളം ആഴമുണ്ടാ നരകത്തിനെന്ന് പഠിപ്പിക്കുമ്പോ അതിന്റെ വിശാലതയുണ്ടല്ലോ. സൂര്യനും ചന്ദ്രനും കൊണ്ടുവന്ന് നരകത്തിലിട്ടാല് പോലും സൗറാനി മുക്കവ്വിറ, ചുറ്റിപ്പതിഞ്ഞ 2 കാളകളെ പോലെ മാത്രമേ നിങ്ങൾക്ക് തോന്നൂ എന്ന ആ നരകത്തിന്റെ വിശാലതയുണ്ടല്ലോ. 70,000-ഓളം വരുന്ന ചങ്ങലകളിലായി നരകത്തെ വലിച്ചു കൊണ്ടുവരുമ്പോ ഓരോ ചങ്ങലകളിലും 70,000-ഓളം വരുന്ന മലക്കുണ്ടാകുമെന്ന് പറയുമ്പോ അതിൽ ഒരു മലക്കിന്റെ വലിപ്പമെന്ന് പറയുന്നത് ആകാശഭൂമികളുടെ വലിപ്പമാ. ആകാശഭൂമികളുടെ വലിപ്പമുള്ള 70,000-ഓളം മലക്കുകൾ ഒരു ചങ്ങലയില്, അങ്ങനെ 70,000-ഓളം വരുന്ന ചങ്ങലകളിലായി ആ നരകത്തെ വലിച്ചു കൊണ്ടുവരുമ്പോ അല്ലാഹുവിന്റെ ഖുർആൻ തന്നെ പറഞ്ഞില്ലയോ, വഇദാ റഅതുഹും മിൻ മകാനിൻ ബഗീദ്, ഒരുപാട് വിദൂരതയിൽ നിന്ന് ആ നരകത്തെ നിങ്ങൾ കണ്ടുപോയാ സമിഉ ലഹാ തഗയ്യുദൻ വസഫീറാ, ആ നരകത്തിന്റെ ഇരമ്പലും മട്ടാസവും നിങ്ങൾക്ക് കേൾക്കാം, അതിന്റെ അലർച്ചയും മട്ടാസവും നിങ്ങൾക്ക് കേൾക്കാമെന്ന് പറയുമ്പോ മാത്രമല്ല നരകത്തിന്റെ കവാടമുണ്ടല്ലോ, ലഹാ സബഅതു അബ്വാബ്, 7 കവാടമുണ്ട് നരകത്തിനെന്നാണ്. ലികുല്ലി ബാബിൻ മിൻഹും ജുസും മഖ്സൂം, ഓരോ കവാടങ്ങളിലൂടെ കടന്നു പോകുന്നത് അർഹതപ്പെട്ട ആളുകളെന്ന് പറയുമ്പോ അറിയണേ നരകമിന്റെ ജരകളെയും തുറക്കുമേ, കടക്കുമേ അതിലെരിയുമേ നിങ്ങൾ അവലതിലെ ജഹന്നമേ. ജഹന്നമെന്ന് പറയുന്ന ഹുതമയെന്ന ലള എന്ന സക്കറെന്ന സൈറെന്ന ആഖെന്ന ആ നരകത്തിന് വ്യത്യസ്തമായ കവാടമുണ്ടെന്ന് പറയുമ്പോ കാലിന്റെ താഴെ തീക്കനൽ വെക്കുമ്പോ തലച്ചോര തലച്ചുമറിയുന്നതാ ആ നരകത്തിന്റെ നിസ്സാരമായ ശിക്ഷ എന്ന് പറയുമ്പോ അറിയോ നിങ്ങൾക്ക് ടാറുക്കിയ വസ്ത്രമാണ് നരകത്തിലൂടെ കൊടുക്കുന്നത് എങ്കിലോ ഒരു മനുഷ്യനെ നരകത്തിലേക്ക് അവന്റെ തൊലി ഒരുകുന്ന അവസ്ഥയുണ്ടല്ലോ. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ വേദന അറിയുന്ന തൊക്കുണ്ടല്ലോ. കുല്ലമാ നദിജത് ജുലൂദുഹും ഫബദ്ദൽനാഹും ജുലൂദാ, അവരുടെ തൊലികൾ ഇങ്ങനെ പഴുത്ത ഭാഗമാകുമ്പോ അല്ലാഹു തൊലികളെ മാറ്റി മാറ്റി കൊടുക്കുമെന്ന അങ്ങനെയുള്ള ഭയാനകരമായ നരകത്തിൽ നിന്ന് രക്ഷപ്പെടേണ്ടയോ അവിടെ മനുഷ്യന്റെ കൂടെ കത്തിക്കുന്നതെന്താ? മനുഷ്യന്റെ കൂടെ കല്ലിനെയാണ് കത്തിക്കുന്നത്. കാരണം എന്താ? എരിയാൻ ഏറ്റവും പ്രയാസമുള്ളത് അല്ലേ? വെള്ളം തിളക്കാൻ 100 ഡിഗ്രി മതി. സ്വർണ്ണോ ഇരുമ്പോ ഉരുക്കോ ഈ ഒരുക്കാൻ 300 മുതൽ 3000 വരെ മതി. 5000 ഡിഗ്രി വന്നാൽ എല്ലാം ഉരുകും. പക്ഷെ കല്ല് മാത്രം 7000 ഡിഗ്രി സെൽഷ്യസ് വന്നാലേ കല്ലുരുക്കാൻ കഴിയുള്ളൂ അല്ലേ? ഇത്രമാത്രം ചൂടേറിയ നരകം, അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അതല്ലാതെ മരവട്ടത്തുള്ള ആരോടും നമുക്കൊരു ഉദ്ദേശമോ ഒരു വെറുപ്പോ ഒന്നുമില്ല. മറിച്ചിത യാഥാർത്ഥ്യങ്ങളെ പുറംതിരിഞ്ഞു നിൽക്കാൻ നമുക്ക് പറ്റില്ല. സത്യങ്ങളെ, വിശുദ്ധ ഖുർആന്റെ ഈ ഹദീസിന്റെ യാഥാർത്ഥ്യങ്ങളെ അത് നിങ്ങളുടെ മനസ്സിലൊന്ന് സ്ട്രൈക്ക് ചെയ്യാൻ ഖബറുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഈ വിഷയങ്ങളൊക്കെ ഇത് അവിടെ നിന്ന് അങ്ങോട്ടുള്ള ജീവിതത്തിലും തൗഹീദില്ലേ, സ്വർഗം കിട്ടൂല, ശാശ്വതരായി നരകത്തിൽ കഴിയേണ്ടി വരും അല്ലേ? ബിദഅത്താണോ ഹൗദുൽ കൗസർ കിട്ടൂല, നമ്മുടെ പാപം അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരൂല. ബിദഅത്ത് ഒഴിവാക്കാത്രത്തോളം
കാലത്തോളം കാലം റസൂലുള്ള ഹൗദുൽ കൗസറിന്റെ അവിടുന്ന് ആട്ടിയോടിക്കുന്ന അവരും ബിദഅത്ത് ചെയ്തവരും നരകത്തിൽ തന്നെയാണ്. അല്ലേ? ദീനി കച്ചവടം ചെയ്തവൻ നരകത്ത് പോയില്ലേ? അള്ളാന്റെ മതത്തിന് വ്യവസായം ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഇങ്ങനെയുള്ള പല യാഥാർത്ഥ്യങ്ങളും ഹക്കായി മനസ്സിലാക്കുക, അതിനനുസരിച്ച് ജീവിക്കാൻ നമ്മൾ തയ്യാറാവുക. അതല്ലാതെ ഞാൻ പിടിച്ച മുയലിന് 3 കൊമ്പെന്ന വാശിക്ക് വേണ്ടി, ഒരു വൈരാഗ്യത്തിന് വേണ്ടി വേണ്ട. എന്റെ ശബ്ദം മറുപടിക്ക് വേണ്ടി റെക്കോർഡ് ചെയ്തവരുണ്ടാവാം, എന്താണ് പറയാന്നറിയാൻ വേണ്ടി കേട്ടു നോക്കിയവരുണ്ടാവാം, ഇതിനെ പിന്നെ വെറുപ്പോടുകൂടെ കേട്ടവരുണ്ടാവാം. എല്ലാവരോടും നമുക്ക് പറയാനുള്ള വിഷയത്രയേ ഉള്ളൂ. ഇതാരും അണ്ണാക്കുതരാതെ സ്വീകരിക്കൊന്നും വേണ്ട. പഠിക്കുക, പ്രമാണമാണോ, സത്യമാണോ, യാഥാർത്ഥ്യമാണോ, പരലോകത്തിന് ഉപകരിക്കും, അതാണ് നമ്മൾ നോക്കേണ്ടത്. അല്ലേ? അതിലേക്ക് നമ്മൾ നോക്കാം. ഇനി മറുപടി പറയുന്നുവെങ്കിൽ എൻ്റെ ശബ്ദം ശ്രവിക്കുന്നവരോട് ആ മറുപടിയും നിങ്ങൾ കേൾക്കണം. ഈ പറഞ്ഞ വിഷയത്തിന് മറുപടി ഉണ്ടോ നോക്കുക, അല്ലെ യാഥാർത്ഥ്യങ്ങളെ സ്വീകരിക്കാം, അതിനനുസരിച്ച് ജീവിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ജന്നാത്തുൽ നഈമിൽ കുടുംബസമേതം ഒരുമിച്ച് കൂടാൻ നമുക്കെല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവേ, കത്തിയാളുന്ന നരകത്തിന്റെ വരകുകളാക്കി ഞങ്ങളെ ആരെയും നീ മാറ്റില്ല. അല്ലാഹ് സ്വർഗീയ ആരാമത്തിൽ കുടുംബസമേതം ഒരുമിച്ച് കൂടാൻ ഒരുപാട് തൗഫീഖ് നൽകണേ. അല്ലാഹുവേ, ആദർശ പ്രബോധന രംഗത്ത് പണിയെടുക്കുന്ന ഒരുപാട് പ്രബോധകന്മാർ, പ്രവർത്തകന്മാർ, ഉമറാക്കൾ, ഉലമാക്കൾ അറിവും കഴിവും തൻ്റെ ഇടവും ആഫിയത്തും ദീർഘായുസ്സും ഐക്യവും പ്രദാനം ചെയ്യണേ. അല്ലാഹ്, ഈ പരിപാടിക്ക് പോലും ഒരുപാട് അല്ലെ സ്ഥലം തന്നും മറ്റും സഹകരിച്ചവർ എല്ലാവർക്കും അർഹമായ പ്രതിഫലം നീ നൽകണേ. അല്ലാഹ്, നമ്മളോട് വിട പറഞ്ഞു പോയ ഒരുപാട് പണ്ഡിതന്മാർ, ഈ അടുത്ത കാലത്ത് വിട പറഞ്ഞു പോയ എ പി അബ്ദുൽ ഖാദർ മൗലവി ഉൾപ്പെടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ അഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിൽ ഹജാത്ത്. അല്ലാഹുമ്മ അഇസ്ൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദിൽ الشرك والمشركين. اللهم اجرنا واجر والدينا من النار. اللهم يا مقلب القلوب ثبت قلوبنا على دينك. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. ശബ്ദം ശ്രവിച്ച മുഴുവൻ ആളുകളോടും നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയിൽ എന്നെ കൂടെ ഉൾപ്പെടുത്തണേ എന്ന ആവശ്യത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.